അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഗിരീഷ് പീറ്റർ അവറുകളാണ്. തന്റെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. അത് പ്രേക്ഷകർക്ക് വലിയ അനുഗ്രഹത്തിന്, വിടുതലിന് കാരണമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ഏറെ വർഷങ്ങളായിട്ട് വടക്കേ ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ, പ്രത്യേകിച്ച് ബീഹാർ പാട്നയിൽ പാർത്തുകൊണ്ട് കുടുംബമായി കർത്താവിന് വേണ്ടി ശക്തമായി സുവിശേഷ വേലയിലായിരിക്കുന്ന ദൈവദാസന്റെ ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഒരു ഹൈന്ദവ കുടുംബത്തിൽ താൻ ജനിച്ച് വളർത്തപ്പെട്ടുവെങ്കിലും വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്ന അനുഭവങ്ങളും അതിനോടനുബന്ധിച്ചുണ്ടായ സംഭവ വികാസങ്ങൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഈ സാക്ഷ്യം വലിയൊരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ പ്രേക്ഷകരുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രാർത്ഥന നടക്കുന്നു. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഗിരീഷ് പീറ്റർ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളും. പ്രൈസ് ലോർഡ്. എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ പകൽക്കാലം ഇപ്രകാരം ഒരു സാക്ഷ്യവുമായി നിങ്ങളുടെ മധ്യേ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഈ അവസരം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് കോടാനുകോടി നന്ദി അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഈ അരോമ ടിവിയെ കുറിച്ച് എന്നെ പരിചയപ്പെടുത്തിയ പ്രിയ സഹോദരൻ അനൂപ് ആൻഡ് ഐറിസ്, അവർ നേപ്പാളിൽ മിഷണറി ആയിട്ട് വേല ചെയ്യുന്നു. അവർ മുഖാന്തരമാണ് എനിക്ക് അരോമ ടിവിയെ കുറിച്ച് അറിയുവാനും ഇതിലെ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാനുള്ള അവസരം ഉണ്ടാക്കിയത്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ ഗുജറാത്തിൽ അസംബ്ലി ഓഫ് ഗോഡിന്റെ ശുശ്രൂഷകനായി അരോമ ടിവിയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട കർത്തദാസൻ പാസ്റ്റർ ജാനിയൽ ജോർജിനോട് നന്ദിയും അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്. ദൈവമുള്ളവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ പകൽക്കാലം എല്ലാവരുടെയും ജീവിതത്തിൽ നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ഒരു പകൽക്കാലമായി തീരട്ടെ എന്ന് ഞാൻ ദൈവത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എന്റെ പേര് ഗിരീഷ് പീറ്റർ. ഞാൻ കേരളത്തില് എരുമേലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കടന്നു വന്ന് ബീഹാറിൽ ദീർഘവർഷങ്ങളായി 27 വർഷങ്ങളായി ബീഹാറിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. ഞാനും ഭാര്യ സുനിമോൾ ഗിരീഷ്, 2 മക്കൾ. മൂത്ത മകൾ ദീപ്തി ഗിരീഷ്, അവളിപ്പോൾ PhD നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ബാംഗ്ലൂരിൽ മണിപ്പാൾ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. മകൻ ഗോഡ്വിൻ ഗിരീഷ് CA ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വർഷങ്ങളായിട്ട് ബീഹാറിൽ ഞങ്ങള് ആയിരിക്കുന്നു. ദൈവം ഞങ്ങളെ ഇതുവരെയും നടത്തുന്നു. ദൈവത്തിന്റെ ജനത്തിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. ദൈവം നടത്തുന്ന ഓരോ വിധങ്ങൾക്കും വഴികളെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടും. അപ്പോൾ തന്നെ ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം സദൃശവാക്യം അതിന്റെ 3-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാണ്. വളരെ അനുഗ്രഹമാറിയ ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ദൈവത്തിനും ഈ അരോമ ടിവിക്കും എന്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യ വാക്കുകളിലേക്ക് പ്രവേശിക്കുകയാണ്. സ്തോത്രം. ഞാന് എന്റെ ജനനവും ബാല്യകാലവും ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് പൗരത്തിലായിരുന്നു. ചെറുപ്രായത്തിൽ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിനെ കുറിച്ച് അറിയുവാൻ ഇടയായിത്തീർന്നു. അത് ഒരു VBS പ്രോഗ്രാം മൂലമാണ് ഞാൻ യേശുവിനെ കുറിച്ച് കേൾക്കുവാൻ ഇടയായിത്തീർന്നത്. എന്റെ അയൽവാസികളായിരിക്കുന്ന ക്രിസ്ത്യൻ കൂട്ടുകാരുമായി ഒരുമിച്ച് ഒരു VBS പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ഇടയായി. അങ്ങനെ ആദ്യമായിട്ട് ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ ചെല്ലുവാനും
യേശുവിനെ കുറിച്ച് കേൾക്കുവാനും ഇടയായത് VBS പ്രോഗ്രാം മുഖാന്തരം. അത് എന്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവിന് കാരണമായി തീർന്നു. അപ്പോൾ ഞാൻ തീർത്തും ചെറുപ്രായമായിരുന്നു. എനിക്ക് തോന്നുന്നു 12-13 വയസ്സുകൾ മാത്രമേ പ്രായമുള്ളൂ. കൂട്ടുകാരോട് കൂടി VBS പ്രോഗ്രാം ചെന്ന് യേശുവിനെ കുറിച്ച് കേൾക്കുവാനും ചർച്ചിൽ പ്രവേശിക്കുവാനും ഉള്ളൊരു അവസരമായിരുന്നു. എന്റെ ബാല്യകാലത്തെ ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ കുടുംബത്തിലേക്ക് ഞാൻ വരാം. അപ്പോൾ എന്റെ ജീവിത സാഹചര്യം, ഞാൻ ചെറുപ്രായത്തിലായിരിക്കുമ്പോൾ വീട്ടിൽ ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷമായിരുന്നു. എന്റെ പിതാവ് ഒരു മദ്യപാനിയും അതുപോലെ തന്നെ ചീട്ടുകളിയും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഹോബി. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിരന്തരം അമ്മയും അപ്പനും തമ്മിലുള്ള വഴക്കും ബഹളവും സാമ്പത്തികമായ പരാധീനതകളും വളരെ ബുദ്ധിമുട്ടോടെ ജീവിച്ചിരുന്ന കാലഘട്ടം, സമാധാനമില്ലാത്ത അന്തരീക്ഷമായിരുന്നു. ആ സമയത്താണ് ഞാൻ ചർച്ചിൽ ചേരുവാനും യേശുവിനെ കുറിച്ച് കേൾക്കുവാനും ഇടയായത്. എന്റെ ചെറിയ ആ പ്രായത്തിൽ തന്നെ യേശുവിനെ കുറിച്ചുള്ള സ്നേഹം കേൾക്കുവാനിടയായി. അങ്ങനെ VBS കഴിഞ്ഞെങ്കിലും ഞാൻ ചർച്ചിലെ ഒരു നിരന്തരം സന്ദർശകനായി തീരുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ എന്റെ ജീവിതം സൺഡേ സ്കൂളും മറ്റ് കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ഒരു വഴിത്തിരിവിലേക്ക് മാറി. എന്റെ മകന്റെ ജീവിതത്തിലെ ആദ്യ എക്സ്പീരിയൻസ് ആണിത്. പിന്നീട് മുക്കൂട്ടുതറ IPC ചർച്ചിന്റെ ഒരു മെമ്പറായി തീരുവാൻ ദൈവം എന്നെ ഇടയാക്കി. അവിടെ സൺഡേ സ്കൂൾ സ്റ്റുഡന്റ് ആയിട്ട് വളർന്നു വരുന്നു. ഏകദേശം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഞാൻ ഒരു വലിയ വേനൽക്കാല സമയമായിരുന്നു. ഒരു എന്തോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ വളരെ ദാഹിച്ച് അവശനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരു കിണർ കാണുന്നു. ആ കിണറ്റിന്റെ കരയിലേക്ക് ഞാൻ പോവുകയാണ്. അവിടെ ഒരു തൊട്ടിയുണ്ട്. ആ തൊട്ടിയിൽ നിന്ന് വെള്ളം കോരി ഞാൻ ആ കിണറ്റിന്റെ കരയിൽ തന്നെ വെച്ച് ആ തൊട്ടിയിലെ വെള്ളം വായിലേക്ക് കമഴ്ത്തുവാനിടയായി. ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആ കിണറിന്റെ കരയിൽ തന്നെ നിൽക്കുമ്പോൾ എന്റെ കയ്യിൽ എനിക്ക് ബോധം നഷ്ടപ്പെട്ടു പോകാനിടയായി. എന്റെ കയ്യിലും തൊട്ടിയും വെള്ളവും എല്ലാം കൂടെ കിണറ്റിലേക്ക് ശക്തമായി ആഴത്തിലേക്ക് പോയി വീണു. ഞാൻ ബോധം കെട്ടു. എന്റെ പകുതി ശരീരം കിണറിന്റെ ഭാഗത്തും പകുതി ശരീരം വെളിയിലുമായി ഇങ്ങനെ കിടക്കും. ഈ തൊട്ടിയൊക്കെ വീഴുന്ന ഒച്ച കേട്ടുകൊണ്ട് ഒരു സഹോദരി ഓടി വന്ന് എന്നെ അവിടുന്ന് വലിച്ച് മാറ്റുവാനിടയായി. ഇത് എന്റെ ജീവിതത്തിൽ യേശുവിലേക്ക് ഒന്നും കൂടെ അടുക്കുവാൻ, ഒരു തീരുമാനത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. കാരണം VBS മുഖാന്തരം ഞാൻ ക്രിസ്തുവിലേക്ക് വന്നെങ്കിലും കൗമാരത്തിന്റെ ഒരു ചെറിയ ഇടവേളയിൽ ഞാൻ ഈ സ്നേഹത്തിൽ നിന്ന് അല്പമായി അകന്നു മാറുവാനിടയായി. എന്നാൽ ഈ ഒരു ഇൻസിഡന്റ് എന്നെ ക്രിസ്തുവിൽ ഒരു സമർപ്പണത്തിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഞാൻ ആ കാര്യം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുപക്ഷെ ആ ഒരു ഇൻസിഡന്റ് ജീവിതത്തിലായിരുന്നെങ്കിൽ ഞാനും ഈ ലോകത്തെ പാതയിലേക്ക് പോകുമായിരുന്നു. എന്നാൽ ദൈവത്തിന് വലിയ കൃപയാണ്. അവൻ എന്നെ കണ്ടതുകൊണ്ട് എനിക്ക് ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഒരു ഇത്ര സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിപ്പാനും ദൈവം മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളെ കുറിച്ച്, ഉപകാരങ്ങളെ കുറിച്ചൊക്കെ പറയുവാൻ ഒരിടയായി തീർന്ന ഒരു ആക്സിഡന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു വിഷയത്തിലൂടെ ഞാൻ പിന്നെയും ക്രിസ്തുവിലേക്ക് അടുക്കുവാനിടയായി തീർന്നു. വിദ്യാഭ്യാസപരമായിട്ട് ഞാൻ 10ാം ക്ലാസ് വരെ പഠിക്കുവാൻ കഴിഞ്ഞുള്ളൂ. ആ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരു വലിയ തിരതള്ളൽ ഇങ്ങനെ ഉള്ളിലുണ്ട്. ഭയങ്കരമായിട്ടൊരു തിരതള്ളൽ വന്നു. അപ്പോൾ ചർച്ചിൽ പോകുമ്പോൾ ദേവദാസന്മാർ പ്രസംഗിക്കുന്നു. സുവിശേഷവുമായി സുവിശേഷവുമായി ഒരേ ഇടങ്ങളിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഒരു വലിയ സുവിശേഷ ചലഞ്ച് വന്നതോടുകൂടി ഞാൻ എന്റെ മുൻപോട്ടുള്ള പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ ബൈബിൾ കോളേജ് തിരഞ്ഞെടുക്കുവാനിടയായി. അങ്ങനെ 1994 ഞാൻ ആയൂരിലെ കേരള ക്രിസ്ത്യൻ ബൈബിൾ കോളേജിലേക്ക് എന്റെ ബൈബിൾ കോളേജ് അധ്യാപന പഠിത്തവുമായിട്ട് ഞാൻ പോകുവാൻ ദൈവം സഹായിച്ചു. അതെന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തിന്റെ കാരണമായി തീരുവാനിടയായി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ബൈബിൾ കോളേജിലേക്ക് പോകുവാൻ
ശക്തമായ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഞാൻ VBS മുഖാന്തരം പള്ളിയിൽ പോകുവാൻ ഇടയായെങ്കിലും എന്റെ പിതാവിന് ഈ ക്രിസ്തീയ വിശ്വാസത്തോടും ജീവിതത്തോടും അദ്ദേഹത്തിന് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. എന്നാൽ കുടുംബത്തിലെ ഈ സംഘർഷാവസ്ഥ, മാനസികമായ അസന്തുലിതാവസ്ഥ ഒരുപാട് ജീവിതത്തിൽ പിടിച്ചു ഉലയ്ക്കുവാനിടയായി തീർന്നു. ഞാൻ വളരെ നിർബന്ധത്തോടെ പറഞ്ഞു, നിങ്ങൾക്ക് ഏത് വിശ്വാസവും തിരഞ്ഞെടുക്കാം, നിങ്ങൾ പോകുന്ന വഴി തന്നെ പോകുക, എന്നെ എന്റെ വിശ്വാസത്തിൽ തുടരാൻ അനുവദിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വാസവും ഒരു ഭാഗത്ത്, വീട്ടിലെ എതിർപ്പുകൾ ഒരു ഭാഗത്തുണ്ട്. ഇതിങ്ങനെ വെച്ചുകൊണ്ടാണ് ഞാൻ മുമ്പോട്ട് എന്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ സൺഡേ സ്കൂൾ സ്റ്റുഡന്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ ആ സഭയിലെ ഒരു മെമ്പറായിട്ട് തീർന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. എന്റെ പിതാവ് ഒരൊറ്റ കണ്ടീഷനാണ് എന്നോട് വെച്ചത്. നിനക്ക് പള്ളിയിൽ പോകണമെങ്കിൽ, ദൈവത്തെ ആരാധിക്കണമെങ്കിൽ, യേശുവിന്റെ പിന്നാലെ പോകണമെങ്കിൽ പോകാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, പള്ളിയിൽ നിന്ന് ആരും എന്റെ വീട്ടിൽ വരാൻ പാടില്ല. ഒരു പാസ്റ്ററോ ഒരു വിശ്വാസിയോ ആ പള്ളിയിൽ നിന്ന് ആരും എന്റെ മുറ്റത്ത് വരാൻ പാടില്ല. ഞാൻ ഓക്കെ പറഞ്ഞു. എന്റെ പിതാവ് അത് സമ്മതിച്ചു. അങ്ങനെ എന്നെ കാണാൻ വിശ്വാസികളോ അതെ ദേവദാസനോ വന്നാൽ അവര് റോഡിൽ നിൽക്കും, അവര് അവിടെ നിന്ന് എന്നെ വിളിക്കും. അങ്ങനെ ഞാൻ ചെന്ന് അവരെ കണ്ട് സംസാരിച്ച് കൂടെ പോകണമെങ്കിൽ പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കും. ഇങ്ങനെയായിരുന്നു വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് എന്റെ കുടുംബത്തിന്റെ അവസ്ഥ. എന്നാൽ ഞാൻ നിരന്തരമായി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. നിരന്തരമായി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണല്ലോ. ദൈവം നമ്മുടെ ഏത് പ്രാർത്ഥനയ്ക്കും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് മറുപടി അല്പം താമസിച്ചാലും മറുപടി നൽകി തരുന്ന ദൈവമാണല്ലോ. അങ്ങനെ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്റെ വിശ്വാസം ഒരു ഭാഗത്ത്, എന്റെ മാതാപിതാക്കള് അവര് മറ്റൊരു ഭാഗത്ത്. അതിങ്ങനെ വിശ്വാസം ഇങ്ങനെ രണ്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ഓർപ്പിച്ചല്ലോ, എന്റെ പിതാവിന്റെ മദ്യപാനവും അദ്ദേഹത്തിന്റെ ആ ജീവിത സ്റ്റൈലും ഒക്കെ കൊണ്ട് എന്റെ കുടുംബത്തെ, എന്റെ അമ്മയുടെ കുടുംബത്തിൽ നിന്ന് ആർക്കും തന്നെ എന്റെ വീട്ടിലേക്ക് വരുവാനും, ഇവൻ എന്റെ അമ്മാവന്മാർക്ക് പോലും വീട്ടിൽ വരുവാൻ എന്റെ പിതാവ് അനുവദിച്ചിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ, ഞാൻ പറഞ്ഞല്ലോ, വളരെ സാമ്പത്തികമായൊക്കെ ബുദ്ധിമുട്ടിൽ പോകുന്ന ഒരു കുടുംബമായിരുന്നു എന്റെ. കാരണം അപ്പന്റെ ഈ മോശമായ ജീവിതം മുഖാന്തരം ഒന്നും തന്നെ നേടുവാൻ കഴിഞ്ഞില്ല. തനിക്കുണ്ടായിരുന്നെല്ലാം താൻ വിറ്റ് തുലച്ച് ഒടുവില് ഒന്നുമില്ലാത്ത അവസ്ഥയില് വാടക വീട്ടിലേക്ക് ജീവിതം മാറേണ്ടതായിട്ട് വന്നു. താന് ചീട്ട് കളിക്കാനൊക്കെ അവര് കൂടിയിരിക്കുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് താൻ സ്ഥലവും എന്റെ അമ്മയുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ താന് വിൽക്കും. അങ്ങനെ ഒന്നുമില്ലാതെ വഴിയിലിറങ്ങേണ്ട ഒരു ഗതികൾ. അങ്ങനെ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഇറക്കിപ്പണയം എന്ന് പറയുന്ന ഒരു സംവിധാനത്ത് 6 മാസം നമ്മളൊരു സ്ഥലത്ത് താമസിക്കാം. 6 മാസം കഴിയുമ്പോൾ അപ്പൊ അവര് ആ പണം നമുക്ക് തിരിച്ചു തരും, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അങ്ങനെ ഇറക്കിപ്പണയമായിട്ട് വളരെ വർഷങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തില് ഞങ്ങൾക്ക് ഒരു ചെറിയ വീട് പണിയുന്നതിനിടെ അമ്മയുടെ കുറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ വിറ്റ് 2 സെന്റ് സ്ഥലം വാങ്ങിച്ചു. അവിടെ ഒരു ചെറിയ വീട് പണിയുന്നതിനായിരുന്നു 90s കാലഘട്ടം, 90 വർഷങ്ങളിലാണ്. അപ്പോൾ വീടൊക്കെ പണിത് ഞങ്ങൾ ആ വീട്ടിലേക്ക് ഗൃഹപ്രവേശമൊക്കെ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ അമ്മയുടെ അമ്മ, എന്റെ വല്യമ്മ, അമ്മയുടെ അമ്മ ഞങ്ങളെ കാണുവാൻ, വളരെ വാർദ്ധക്യമുള്ള സ്ഥിതിയായിരുന്നു പ്രിയ വല്യമ്മച്ചിക്ക്. വീടൊക്കെ പണിതല്ലോ, സുഖമായി ജീവിക്കുന്നതൊക്കെ അറിഞ്ഞ് ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഞങ്ങളുടെ ജംഗ്ഷനിൽ വന്ന് വണ്ടിയിൽ ഇറങ്ങിയ ശേഷം പ്രിയ വല്യമ്മച്ചി വീട്ടിലേക്ക് വരുവാൻ നടന്നു വരുമ്പോൾ പെട്ടെന്ന് തനിക്കൊരു തലകറക്കം ഉണ്ടായിട്ട് താനവിടെ വീണു. മുക്കൂട്ടുതറ എന്ന് പറയുന്ന സ്ഥലത്താണ്. താനവിടെ വീണു. അവിടുന്ന് അവിടെ കൂടെ നിന്ന ആൾക്കാര് അദ്ദേഹത്തെ അവരെ പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി ഞങ്ങൾക്ക് വിവരം ലഭിക്കുവാനിടയായി. ഞങ്ങൾ ചെന്നു. എന്നാൽ ആ പ്രിയ അമ്മച്ചിയുടെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. ഒരു കോമയുടെ അവസ്ഥയിലേക്ക് മാറി. ആരെയും തിരിച്ചറിയുവാനുള്ള ഒരു സാഹചര്യം അല്ലാതെ വന്നു. ഏകദേശം രാത്രി 1 മണിയോടുകൂടി
ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിക്കുവാനിടയായിട്ട് അന്നത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളൊക്കെ കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയുടെ വല്യമ്മയുടെ ഡെഡ് ബോഡി അവിടെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ അന്തിമ സംസ്കാരങ്ങളൊക്കെ ചെയ്യുവാനിടയായി. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കുടുംബം ഹിന്ദുവിശ്വാസത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെ ഒക്കെ അടിത്തട്ടിൽ കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നുകൊണ്ട് അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്താണ് പ്രിയ വലിയ മാതാവിനെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് അയച്ചത്. അപ്പം തുടർന്നുള്ള ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഞങ്ങളുടെ ഭവനമെല്ലാം മാറുവാനിടയായി. ഞങ്ങളുടെ വല്യമ്മയുടെ അന്തിമ സംസ്കാരം ചെയ്തതിന് ഒരു 3 ദിവസത്തിന് ശേഷം ഞങ്ങൾക്ക് ആ ഭവനത്തിൽ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഞങ്ങള് വളരെ കഷ്ടപ്പെട്ടും വളരെ പാടുപെട്ടും ഉണ്ടാക്കിയ ഒരു ഭവനം ദീർഘ നാളുകൾ ഇങ്ങനെ വാടക വീട്ടിലും ഇറക്കിപ്പണയത്തിലൊക്കെ ജീവിച്ചതിന് ശേഷം ഒരു ചെറിയ വീട് പണിതു. അതിൽ പ്രവേശിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാകുന്നത്. ആ വീട്ടിൽ ഞങ്ങൾക്ക് കിടന്നിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. ഒരു സന്ധ്യ മയങ്ങി ഞങ്ങള് രാത്രിയിലേക്ക് പ്രവേശിക്കുന്ന ഊണൊക്കെ കഴിഞ്ഞ് കിടക്കാതിറങ്ങുന്ന സമയത്ത് നമ്മൾ വീടിന്റെ വാതിലുകളൊക്കെ അടച്ചു കഴിയുമ്പോൾ ആ ഒരാൾ വെളിയിൽ വന്നിട്ട് വീടിന്റെ കതകിന് ശക്തമായി അടിക്കാനിടയാകും, ശക്തമായി ശബ്ദമുണ്ടാകും. അങ്ങനെ ഞങ്ങൾക്ക് ആ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞങ്ങളുടെ ഭവനം മാറി. ആദ്യ സമയങ്ങളിൽ വീടിന്റെ മെയിൻ വാതിലിൽ ഇങ്ങനെ തട്ടി പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ അതിനുശേഷം വളരെ ശക്തമായ രീതിയിൽ വാതിലിലേക്ക് അടിക്കുവാനിടയായി. ഞങ്ങൾ വാതിൽ തുറന്ന് പുറത്തു വന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യരും ഇല്ല അവിടെ. ഒരു മനുഷ്യരും അവിടെ ഇല്ല. പിന്നീട് ഈ സംഭവം തുടർന്ന് അത് വർദ്ധിക്കുവാനിടയായി. ഒരേ സമയത്ത് വീടിന്റെ മെയിൻ വാതിലും അടുക്കള വാതിലും ജനലുകളും എല്ലാം ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുവാൻ തുടങ്ങി. ഞങ്ങൾക്കെല്ലാം ഭീതിയായി. സന്ധ്യ ആകുമ്പോഴേ ഞങ്ങൾക്കെല്ലാം ഭീതിയായി. അവിടുന്ന് കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥകൾ. എന്റെ പിതാവ് മന്ത്രവാദികളുടെ അടുത്ത് പോയി ദർശനം വെപ്പിച്ചു. അപ്പോൾ ദർശനം വെച്ചപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുവാനിടയായി. നിങ്ങൾ വീട് പണിതിരിക്കുന്നത് ദുർഗയുടെ വഴിയായിരുന്നു. ദുർഗാദേവിയുടെ വഴി തടഞ്ഞ് വീട് വെച്ചതുകൊണ്ട് അത് അവരുടെ കോപം കൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ കിടക്കാൻ പറ്റാത്തത്, അങ്ങനെ പറയുന്നു. രണ്ടാമത് വേറൊരു മന്ത്രവാദി പറഞ്ഞു, അവിടെ ഒരു അറുകല ഉണ്ടായിരുന്നു. ആ അറുകലയുടെ വാസസ്ഥലത്താണ് നിങ്ങൾ വീട് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. വേറൊരാൾ പറയുന്നു, നിങ്ങൾ മരിച്ചുപോയ വല്യമ്മയുടെ ആത്മാവ് ഗതികിട്ട് അത് അലയുകയാണ്. അങ്ങനെ സ്ഥലത്ത് ചെന്നപ്പോഴും ഓരോ കാര്യങ്ങൾ, അതിനുവേണ്ടിയുള്ള ഓരോ പൂജാകർമ്മം, വീട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ, രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ, അതിൻ്റെ ഇടയ്ക്ക് കടം വാങ്ങിച്ചും ഒക്കെ ഇങ്ങനെ പൂജകൾ ചെയ്യുന്നു. ഓരോ മന്ത്രവാദികൾ വരുന്നു, അവര് പൂജകൾ ചെയ്യുന്നു. എന്നിട്ടൊന്നും ഇതിനൊരു ശമനം ഉണ്ടാകുന്നില്ല. എനിക്ക് അവസാനമായിട്ട് അതില് വളരെ വിചിത്രമായി തോന്നിയ അല്ലെങ്കിൽ എന്നെ തമാശ എന്ന് തോന്നിയ ഒരു സംഭവം ഉണ്ടായി. ഇവരിങ്ങനെ പൂജയും കാര്യങ്ങളും, ഞാൻ ഒരു ഭാഗത്ത് യേശുവിനെ വിളിച്ച് ഞാൻ പള്ളിയിൽ പോകുന്നു, മാതാപിതാക്കള് പൂജയും കാര്യങ്ങളുമായിട്ട് അങ്ങനെ നടക്കുന്നു. എന്തായാലും ഒരു ഒട്ടും സമാധാനമില്ല. ഒരു വർഷത്തോളം ഇങ്ങനെ പോയി. രാത്രിയിൽ ഞങ്ങളുടെ അയൽവാസികൾക്ക് പോലും കേൾക്കാവുന്ന ശബ്ദത്തിലാണ് ഈ ജനലുകളും കഥകളും ഒക്കെ ഇങ്ങനെ ഭയങ്കര ശക്തമായിട്ട് ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു രാത്രി ഒരു വലിയ മന്ത്രവാദി ഇവിടെ മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒരു രാത്രി ഒരു മന്ത്രവാദി വന്നു. അദ്ദേഹം വീടിന് മുറ്റത്ത് വലിയ കളമൊക്കെ വരച്ച് ഹോമമൊക്കെ ഉണ്ടാക്കി. അദ്ദേഹം പറഞ്ഞു, ദുർഗാദേവിക്ക് നമുക്ക് കോഴിയെ ബലി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കോഴിയൊക്കെ കണ്ടിച്ചു റെഡിയാക്കി. ഒരു 3 മണി ആയപ്പോഴാണ് ഈ പൂജയെല്ലാം തീരുന്നത്. അങ്ങനെ മന്ത്രവാദിയും അകത്തേക്ക് കയറി, ഞങ്ങളെല്ലാം അകത്തേക്ക് കയറി, വാതിലടച്ചു. വാതിലടയ്ക്കുമ്പോൾ അതിശക്തമായ രീതിയിൽ ഈ ചുറ്റി കൊണ്ടൊക്കെ കൂടം കൊണ്ടൊക്കെ അടിക്കുന്ന രീതിയിൽ ഒറ്റ ശക്തമായ രീതിയിൽ ഞങ്ങളുടെ മെയിൻ വാതിൽ ഒരു അടി വരികയാണ്. ഞങ്ങളുടെ വീടിന്റെ ഓടൊക്കെ ഇങ്ങനെ ഇളകുമ്പോൾ കുലുങ്ങി പോകുന്ന രീതിയിൽ ആ അടി കഴിഞ്ഞോട് മന്ത്രവാദി നാട് വിട്ടുപോയി. ഞങ്ങളുടെ വീട് വിട്ട് മന്ത്രവാദി ഓടിപ്പോയി. പിന്നീട് എന്റെ മാതാവ് രോഗിയായിത്തീരുകയാണ്. ഭയങ്കര ശക്തമായ ചുമച്ചങ്ങോട്ട് തുപ്പുന്നത് ബ്ലഡായി.
അങ്ങനെ എന്റെ മാതാവും പിതാവും എന്റെ സഹോദരങ്ങളെല്ലാം പ്രശ്നത്തിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ പിതാവിനോട് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും തീർന്നോ? ഇനി എന്തെങ്കിലും പൂജയും കാര്യങ്ങളും ബാക്കിയുണ്ടോ? ഇല്ല. ഇനി എനിക്ക് എന്റെ പാസ്റ്ററെ വീട്ടിൽ വിളിക്കാമോ എന്ന് ഞാൻ എന്റെ പിതാവിനോട് ചോദിച്ചു. പ്രൈസ് ലോർഡ്. അടുത്ത അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവര് ചെയ്യാവുന്ന പൂജകളും മന്ത്രവാദങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനി ചെയ്യാൻ പൈസയും ഇല്ല. കടമെടുത്തും കയറി നിൽക്കുകയാണ്. ഒടുവില് ഞാൻ പറഞ്ഞു, ഇനി ഒരു കടവും നമുക്ക് എടുക്കണ്ട, ഒരു കാര്യമില്ല, നമുക്ക് യേശുവിനെ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് ഞാൻ എന്റെ പിതാവിനെ കൺവിൻസ് ചെയ്തു, എന്റെ മാതാവിനെ കൺവിൻസ് ചെയ്തു. അവരെന്തായാലും അംഗീകരിച്ചു. ഞാൻ പോയി പാസ്റ്ററെ കണ്ടു, എന്റെ പിതാവിനെ കൊണ്ടുപോയി പാസ്റ്ററെ സംസാരിച്ചു, മാതാവിനെ കൊണ്ട് സംസാരിച്ചു. പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞു, അച്ചായ നമുക്കൊരു കാര്യം ചെയ്യാം, വീട്ടിൽ ഒരു 2-3 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്താം. അപ്പോള് അങ്ങനെ ആണ് എന്റെ വീട്ടിൽ ആദ്യമായിട്ട് ദൈവദാസനും കുടുംബമൊക്കെ വരുവാനിടയായി തീർന്നത്. സഭാ വിശ്വാസികളെല്ലാം വന്നു. ഞാനൊരു 3 ദിവസം ഉപവസിക്കുകയാണ്. അങ്ങനെ എന്തായാലും ഞാൻ പറയട്ടെ, ദൈവം പ്രാർത്ഥന കേൾക്കുന്നവൻ, ദൈവം പിടിപ്പിക്കുന്നവൻ, ദൈവം സൗഖ്യമാക്കുന്നവൻ, ദൈവത്തിന്റെ സന്നിധി എല്ലാത്തിനും നീക്കുപോക്കുകളുണ്ടല്ലോ. ഞാൻ പറയട്ടെ, ആ 3 മാസത്തെ ഉപവാസ പ്രാർത്ഥന, 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ സകല ദുർഗയും വഴിമാറിപ്പോയി, സകല അറുകലയും വഴിമാറിപ്പോയി, സകലവും മാറിപ്പോയി. ദൈവം വലിയ അത്ഭുതം ചെയ്തു. ഞങ്ങളുടെ വീട്ടിൽ വലിയ സമാധാനം. സ്തോത്രം. അങ്ങനെ എന്റെ പിതാവ് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനിടയായി. മാതാവ് സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് സാക്ഷ്യമായി തീർന്നു. അങ്ങനെ ഞങ്ങള് കുടുംബമായിട്ട് ഞാനും മാതാവും പിതാവും യേശു വിശ്വസിച്ചു. ഞങ്ങൾ അങ്ങനെ സ്നാനപ്പെടുവാനിടയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ചേർന്ന് സ്നാനപ്പെട്ടു. എന്റെ അപ്പനും അമ്മയും വിശ്വാസികളായി തീരുവാനിടയായി. അത് ഞങ്ങളുടെ സ്നാനത്തിലേക്ക് നയിച്ച ഒരു കാര്യം. അത് വരെ ഞാൻ സ്നാനപ്പെട്ടില്ലായിരുന്നു, ഞാൻ വിശ്വാസിയായിട്ട് പോയിക്കിട്ടി. പ്രൈസ് ലോർഡ്. രണ്ടാമത് അടുത്ത കാര്യം, എന്റെ പിതാവ് ഇത്ര മോശമായ ഒരു ജീവിതമായിരുന്നതിനാൽ എന്റെ ഏറ്റവും മൂത്ത സഹോദരൻ നാട് വിട്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നാട് വിട്ട് ഓടിപ്പോകുവാനിടയായി. രണ്ടാമത്തെ സഹോദരൻ, എന്റെ നേരെ മൂത്തയാള്, അദ്ദേഹം ഇപ്പോൾ ഒരു ശുശ്രൂഷകനാണ്. കേരളത്തില് റാന്നിയില് താൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ഈ രണ്ടാമത്തെ സഹോദരൻ പിതാവിന്റെ അതേ വഴിയിൽ സഞ്ചരിക്കുവാനിടയായി. തന്റെ +2 വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം പിതാവിന്റെ അതേ വഴിയിൽ താൻ ഇങ്ങനെ സഞ്ചരിക്കുവാൻ. പിതാവ് മദ്യം വാങ്ങിക്കൊണ്ട് വന്ന് കുടിക്കുവായിരുന്നെങ്കിൽ എന്റെ ചേട്ടൻ മദ്യം വാറ്റി കുടിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അങ്ങനത്തെ ഒരു സ്ഥിതിയായിരുന്നു. അദ്ദേഹം വീട്ടിൽ പോലും വരാത്ത അവസ്ഥയായി. +2 ശേഷം തനിക്ക് കിട്ടിയ കൂട്ടുകെട്ടുകള് കഞ്ചാവ്, വാറ്റുചാരായം, ഈ ചീട്ടുകളി. പിതാവ് ഗ്രാമത്തിലെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് ചീട്ട് കളിച്ചെങ്കിൽ മകൻ വണ്ടി ബുക്ക് ചെയ്ത് എറണാകുളത്ത് ക്ലബിലൊക്കെ പോയാണ് ചീട്ട് കളിച്ചത്. അപ്പൊ അങ്ങനെ ഒരു പിതാവിന്റെ ഒരു ഗുണം എന്റെ രണ്ടാമത്തെ സഹോദരൻ ലഭിക്കുവാനിടയായിട്ട്. ഞാൻ പറയട്ടെ, ഇദ്ദേഹം ഇങ്ങനെ മദ്യപാനിയായിട്ട് വീട്ടിൽ വരാതെ ജീവിതമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചാരായം കുടിച്ച് ലിവർ എല്ലാം പ്രശ്നമായി തീർന്നു. ഒരിക്കൽ ഞങ്ങൾക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. എന്റെ അപ്പന് അടുത്ത വീട്ടിൽ ഫോൺ കോൾ വന്ന്, നിങ്ങളുടെ മകൻ ഇതുപോലെ അബോധാവസ്ഥയിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു, നിങ്ങൾ വന്ന് കാണാൻ പറയും. അങ്ങനെ പെട്ടെന്ന് ഞാനും പിതാവും മാതാവും ഞങ്ങൾ അവിടുന്ന് ഒരു ജീപ്പൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങൾ പെട്ടെന്ന് അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നു. എന്റെ രണ്ടാമത്തെ സഹോദരൻ, ഇടയിലെ സഹോദരൻ അബോധാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ കിടക്കുകയാണ്. 4 ദിവസമായിട്ട് അവിടെ അഡ്മിറ്റാ. ഞങ്ങൾക്ക് ഈ കാര്യം അറിയുന്നത് 4 ദിവസങ്ങൾക്ക് ശേഷമാണ്. സ്തോത്രം. 4 ദിവസമായിട്ട് അദ്ദേഹത്തിന് ബോധവും വന്നിട്ടില്ല. ഡോക്ടറെയൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ്, ബോധം വരാതെ ഞങ്ങൾക്ക് ശരിയായ ഒരു ചികിത്സ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വിഷമിച്ച് നിൽക്കുക. അപ്പം ഞാനും പിതാവും മാതാവും ഹോസ്പിറ്റലുണ്ട്. ഞാൻ നോക്കുമ്പോൾ കുറെ ദേവദാസന്മാരൊക്കെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഇങ്ങനെ ഓരോ ബെഡിന്റെ അവിടെ ഇങ്ങനെ നടക്കും. ആക്ടൊക്കെ അവരുടെ കയ്യിലുണ്ട്, ദേവദാസന്മാരുണ്ട്. ഞാൻ ഓടി അവരുടെ അടുത്ത് എന്ന് അവരെ കൂട്ടിക്കൊണ്ട് എന്റെ സഹോദരന്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന് സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണം, 4 ദിവസമായി ബോധം വന്നിട്ടില്ല, ഈ ബോധം വരാതെ ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ എക്സ്റേ ഒക്കെ എടുത്തപ്പോ ലിവറൊക്കെ വലിയ കംപ്ലൈന്റ് ആയിരിക്കുന്ന, സുഷിരങ്ങളൊക്കെ വീണിരിക്കുകയാണ്, വലിയ പ്രശ്നമാണ്. എന്തായാലും അവിടെയും ദൈവം അത്ഭുതം പ്രവർത്തിച്ചു.
സ്തോത്രം. ദൈവദാസന്മാര് ബെഡിന് ചുറ്റും നിന്ന് എല്ലാവരും ചേർന്ന് ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചു. എന്റെ സഹോദരൻ കണ്ണു തുറക്കുവാൻ വേണ്ടി. സ്തോത്രം. ദൈവം അങ്ങനെ തനിക്ക് അത്ഭുതകരമായി വിടുതൽ കൊടുത്തു. താനും പിന്നീട് രക്ഷിക്കപ്പെട്ടു. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. താൻ വിവാഹ ജീവിതത്തിലേക്ക് വന്നു. തനിക്ക് 2 ആൺകുട്ടികളുണ്ടായി. ഇപ്പോൾ കുടുംബമായി അവർ റാന്നിയുടെ പ്രദേശത്ത് കർത്താവിനെ ശുശ്രൂഷിക്കുന്നു. താൻ പാസ്റ്ററായി. അതിന്റെ ഉള്ളിൽ ഒരു ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. ഇങ്ങനെ ഒരിക്കൽ ഞങ്ങള് ഭവനത്തിൽ ഇങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്റെ ഞാൻ പറഞ്ഞ ഈ സഹോദരൻ വീട്ടിലേക്ക് വരുന്നു. രാത്രി സമയത്ത് പ്രാർത്ഥന നടക്കുകയാണ്. ഒരു ദേവദാസൻ ദൂതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ സഹോദരൻ വന്നപ്പം അദ്ദേഹം ഈ മെയിൻ വാതിലൂടെ കയറാതെ അടുക്കള വാതിലൂടെ ഇങ്ങനെ വന്ന് കയറി. അപ്പൊ പ്രാർത്ഥന നടക്കുന്നതുകൊണ്ട് അമ്മയും എല്ലാം പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് ആർക്കും എഴുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത സ്ഥിതിയായി. അപ്പൊ ഈ എന്റെ സഹോദരൻ വന്ന ഒരു കോണില് വാതിലിന്റെ അവിടെ ഇങ്ങനെ കുത്തിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ദൈവദാസൻ ഇങ്ങനെ ആലോചനയൊക്കെ പറഞ്ഞ് എന്റെ സഹോദരന്റെ അടുത്തേക്ക് ചെന്ന് തലയിൽ കൈവച്ച് ദൂതുകളൊക്കെ പറയാനിടയായി തീർന്നു. മോനെ, ദൈവം നിന്നെ കാണുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ ഒരു സുവിശേഷകനായി തീരും. നീ ഒരു പാസ്റ്ററൊക്കെ ആയി തീരുമെന്ന് എന്റെ സഹോദരനോട് ഇങ്ങനെ ദൂത് പറഞ്ഞു. അപ്പൊ എന്റെ ഉള്ളിൽ ഒരു ചെറിയ ചിരി ഉണ്ടായി. നമ്മുടെ സാറാ മാതാവിന് സംഭവിച്ച പോലെ ഈ പാസ്റ്റർ എന്താ ഈ പറയുന്നത്? ഞാൻ അവിശ്വാസത്തിൽ നിൽക്കുന്നു. എന്നോട് പറയാതെ ഈ കള്ളുകൂടിനായിരിക്കും എന്റെ സഹോദരനോട് പോയി എന്തോ ദൂത് പറയുന്നത്. എന്റെ ഉള്ളിൽ ചെറിയൊരു ചിരിയും ഒരു അമർഷമൊക്കെ ഉണ്ടായി. ദൈവത്തോട് ഒരു ചെറിയ പ്രയാസമൊക്കെ ഉണ്ടായി. കാരണം വിശ്വാസത്തിൽ വന്നിട്ട് ഇത്ര നാള് എന്നോട് ഈ ദൂത് പറഞ്ഞിട്ടുണ്ട്. പറയേണ്ട ദൂത് എന്നോടല്ലേ പറയേണ്ടത്. പക്ഷെ ഈ കള്ളു പിടിച്ചടക്കുന്ന ഇദ്ദേഹത്തിനൊത്ത ദൂത് പറയാനാണ് എനിക്കൊരു അമർഷമൊക്കെ ഉണ്ടായി. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് കള്ളം പറയത്തില്ല. സ്തോത്രം. കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും താൻ ഈ അവസ്ഥയിലൂടെ ശുശ്രൂഷയ്ക്ക് വരുവാൻ ഇടയായിത്തീർന്നു. ദൈവം വലിയത് ചെയ്യുവാൻ ഇടയായി. അങ്ങനെ ഒരു സാഹചര്യം അപ്പോൾ എല്ലാം ഒന്ന് നോർമലായി. അപ്പോഴാണ് സുവിശേഷ വേലയ്ക്കൊണ്ട് എനിക്ക് വലിയ ഉദ്യമം ഉണ്ടാകുകയും ഞാൻ ബൈബിൾ കോളേജിലേക്ക് പോകുവാനും ഇടയായി തീർന്നത്. ഒരു 3 വർഷം പിന്നെ ഞാൻ ബൈബിൾ കോളേജില് എന്റെ അധ്യയനം അവിടെ നടത്തിക്കൊണ്ടേയിരുന്നു. പ്രൈസ് ലോർഡ്. നോർത്തിലേക്ക് വരുവാനുണ്ടായ ഒരു സാഹചര്യം ഞാൻ പറയാം. ഞാനിങ്ങനെ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ദേവദാസൻ PG വർഗീസ് സാറിന്റെ ക്രിസ്തുവിന് വേണ്ടി ഹിമാലയ സാനുക്കൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ലൈബ്രറിയിൽ എനിക്ക് കാണുവാനും അത് വായിക്കുവാനുണ്ടായിട്ടു. തന്റെ ജീവിതാനുഭവങ്ങള് വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു. അത് വായിച്ച ദിവസങ്ങളോളം ഞാൻ പ്രാർത്ഥനയിലും അങ്ങനെ ദിവസങ്ങളോളം നോർത്ത് ഇന്ത്യയെ കുറിച്ചൊരു കാഴ്ചപ്പാട് എനിക്കുണ്ടാകുവാനിടയായി. അങ്ങനെ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് എനിക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുവാൻ ഒരു വലിയ ആഹ്വാനം ഉണ്ടായിട്ട് എന്റെ ബൈബിൾ കോളേജിലെ ഗ്രാജുവേഷൻ 1997 ഏപ്രിൽ മാസം കഴിഞ്ഞു. അതിനുശേഷം ചില ദിവസങ്ങൾ മാത്രം ഞാൻ കേരളത്തിൽ നിന്നു. മെയ് മാസം ഏകദേശം 17-ാം തീയതി ഞങ്ങൾ 17 പേര് അടങ്ങുന്ന ഒരു വലിയ ടീം ബീഹാറിലെ ശിവാനിലേക്ക് വരുവാനുണ്ടായിരുന്നു. അങ്ങനെയാണ് നോർത്തിലേക്ക് ഞാൻ കാലുവെക്കുന്നത്. പ്രൈസ്. നോർത്ത് ഇന്ത്യയെ കുറിച്ച് വലിയ ഒരു ചിത്രമൊക്കെ എന്റെ മനസ്സിലുണ്ട്. നോർത്ത് ഇന്ത്യ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഒരു വലിയ രീതിയോടൊക്കെയാണ് വരുന്നത്. പ്രൈസ്. അങ്ങനെ 97-ൽ ഞാൻ നോർത്തില് ബീഹാറിലെ ശിവാൻ എന്ന ജില്ലയില് ദൈവം എന്നെ കൊണ്ടുവരുവാനിടയായി. അന്ന് ഞങ്ങൾ 17 പേരോട് അടങ്ങുന്ന ഒരു ടീമാണ് വന്നത്. അതിൽ 17 പേരിൽ ഞാൻ മാത്രമേ ബീഹാറിൽ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് തുടരുന്നുള്ളൂ. ഇവിടുത്തെ കാലാവസ്ഥകള്, ഇവിടുത്തെ ജീവിത രീതികള്, ഇവിടുത്തെ ഭക്ഷണം, അത് മറ്റുള്ളവർക്ക് ഒന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് നമ്മുടെ കേരളത്തിലെ നല്ല ഫുഡുകളൊക്കെ കഴിച്ച് കിടക്കുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ ഈ ഉണക്ക ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയൊന്നും അവർക്ക് ദഹിച്ചില്ല. ചില മാസങ്ങള്, ചില വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും മടങ്ങി പോകുവാനിടയായി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ബീഹാറിൽ ഈ നോർത്ത് ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ കർത്താവിനെ സാക്ഷീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്കിടയാക്കി. അങ്ങനെ ഇതുവരെയും കഴിഞ്ഞ 27 വർഷമായിട്ട് ഈ നോർത്തിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. പ്രൈസ്. ഇനി എന്റെ വിവാഹ ജീവിതത്തിലേക്ക് വരുന്നത്, ഞാൻ ബാച്ചിലറായിട്ടാണ് ബീഹാറിലേക്ക് വന്നത്. 2 വർഷം സുവിശേഷ വേലയും ചർച്ച് പ്ലാന്റിങ്ങിലൊക്കെ ബീഹാർ നിൽക്കുന്ന സമയത്ത്
എന്റെ ഉള്ളിൽ ഒരു വലിയ ചിന്ത ഉണ്ടായി. ചർച്ച് പ്ലാനിംഗ് മിനിസ്ട്രിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ശരിയല്ല. ഞാൻ പല ദേവദാസന്മാരോട് സംസാരിച്ചു. കാരണം ഇവിടെയുള്ള ഗ്രാമീണ മേഖലകളിൽ ഉള്ള സഭകളാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ സഭയിൽ വരുന്നത് പുരുഷന്മാർ വളരെ കുറവും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സഭയിൽ വരുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ അവരെ മാനേജ് ചെയ്യുവാനും അവരുടെ ആവശ്യങ്ങളെ കുറിച്ച് അറിയുവാനും അവരോട് സംസാരിക്കുവാനും എന്നെ കൊണ്ട് ഒരു പരിധിയുണ്ട്. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സംഘടനയുടെ ഡയറക്ടറോട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, അപ്പം ഒരു പെൺകുട്ടി വേണമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, 2 വർഷം കഴിഞ്ഞല്ലോ, എന്തായാലും ഒരാഴ്ച അവധിക്ക് ഒരു മാസം അവധി തരാം, നാട്ടിലേക്ക് പോരെന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു. തികച്ചും നാടകീയമായ രീതിയിൽ ഒരു പെണ്ണ് കാണൽ കാഴ്ചയായിരുന്നു. കാരണം എന്റെ വൈഫും എന്റെ സഹധർമ്മിണിയും ആ മിഷനിൽ തന്നെ റാന്നിയിൽ ഒരു സുവിശേഷകയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നാട്ടിൽ വന്നു, വീട്ടിൽ ചെന്നു. വീട്ടിൽ നിന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫീസിൽ വന്നു. ഓഫീസിൽ വന്നപ്പോൾ ഓഫീസിന്റെ ഡയറക്ടർ എന്നെ കണ്ടു, സംസാരിച്ചു. ഓക്കെ, വിവാഹം കഴിക്കണമൊക്കെ താല്പര്യമുണ്ടല്ലോ, ഏതായാലും ഒരു കാര്യം ചെയ്യും, റാന്നിയിൽ നമ്മുടെ 2 സഹോദരിമാര് താമസിക്കുന്നുണ്ട്, അവിടെ വരെ ഒന്ന് പോകണം, അവിടെ ചെന്നിട്ട് അവർക്ക് കൊടുക്കാൻ എൻ്റെ ഒരു ലെറ്റർ ഉണ്ട്, അപ്പം ആ ലെറ്ററും കൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ ഒരു സുവിശേഷകനായിട്ട്, അപ്പം അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. റാന്നിയിൽ ചരുവുകാല എന്ന് പറയുന്ന ഒരു വീട്, അവിടെ ഒരു അച്ചാന്റെ വീട്ടിലാണ് ഇവര് താമസിച്ചുകൊണ്ട് അവിടെയുള്ള ഗ്രാമങ്ങളുടെ മേഖലയിലൊക്കെ ഒരു സുവിശേഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഒരു കത്തുമായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ എന്റെ ഉള്ളിൽ പെണ്ണ് കാണാൻ ചടങ്ങുകളോ അങ്ങോട്ടൊന്നും കാര്യങ്ങളില്ല. അപ്പം ഞാൻ ഈ കത്തുമായിട്ട് അവിടെ ചെല്ലുന്നു. പ്രൈസ് ലോർഡ്. അവിടെ ഒരമ്മാമയും അപ്പോൾ തന്നെ എന്റെ സഹധർമ്മിണിയായിരിക്കുന്ന പ്രിയ സുനിമോളും രണ്ടുപേരും അവിടെ ഉണ്ട്. ഞാൻ ഈ അമ്മാമയ്ക്ക് കത്ത് കൊടുത്തു. പ്രൈസ് ലോർഡ്. പക്ഷെ ആ കത്തില് എഴുതിയിരിക്കുന്നത് ഒരു സഹോദരൻ അവിടെ വരുന്നുണ്ട്. അപ്പം ആ അമ്മാമയ്ക്ക് എഴുതിയിരിക്കുകയാണ്, സഹോദരൻ അങ്ങോട്ട് വരുന്നുണ്ട്, ബീഹാറിലെ മിഷണറിയാണ്, താൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അപ്പൊ കൂടെ നിൽക്കുന്ന ഈ സഹോദരിയെ പരിചയപ്പെടുത്തുക, ഒരു പെണ്ണ് കാണൽ ചടങ്ങുണ്ട്. ഈ കത്തിന് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കത്ത് കൊടുത്തു, അവിടെ ചില സമയങ്ങൾ ചെലവഴിച്ചു. പ്രൈസ് ലോർഡ്. ഇപ്പൊ രണ്ടുപേരും വന്നു, ആ വീട്ടിലെ അച്ചായനും വന്നു, അമ്മാമി വന്നു, എല്ലാവരും വന്നു. ചായ കൂടി എല്ലാം കഴിഞ്ഞു, റെഡിയായി, സ്നാക്സ് ഒക്കെ കഴിച്ചു. പ്രൈസ് ലോർഡ്. പോകാൻ നേരത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അച്ചാരനോട് ചോദിച്ചു, പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. പ്രൈസ് ലോർഡ്. അല്ലല്ലേ, ഞാൻ ആകെപ്പാട് ഒരു വല്ലാത്ത അവസ്ഥയായി. കാരണം എന്തോ ഞാൻ പറയുന്നത്, ഞാൻ പെണ്ണ് കാണാൻ പോയതല്ലല്ലോ. അപ്പൊ ഈ സഹോദരി, ഞാൻ വളരെ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. ഓക്കെ. അപ്പൊ ലാസ്റ്റ് മൂമെന്റിലാണ് പറയുന്നത്, പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? ഞാൻ ഒരു മറുപടിയും പറഞ്ഞ അവസ്ഥയായി. എന്തായാലും ആശാൻ പറഞ്ഞു, ഈ സുനിമോൾ ആണ് നമ്മുടെ ഡയറക്ടർ സാർ പറഞ്ഞ പെൺകുട്ടിയാണ്, അപ്പൊ കണ്ടോ, മനസ്സിലായോ, ഇഷ്ടപ്പെട്ടോ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചെയ്തോളാം. എനിക്ക് ഒരു മറുപടി പറയാനില്ല. എന്തായാലും അതും ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം എന്ന് പറയാം. അടുത്ത ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ വൈഫിന്റെ വീട്ടിൽ പോകുവാനും മാതാപിതാക്കളെ കാണുവാനും എല്ലാം ഇവിടെയായി. അങ്ങനെ ജൂൺ മാസം തന്നെ മെയിൽ നാട്ടിൽ വന്നു. ജൂൺ മാസം തന്നെ വിവാഹ കാര്യങ്ങൾ റെഡിയായി. 2 ആഴ്ച കൊണ്ട് വിവാഹം നടന്നു. ജൂലൈ മാസം ഞങ്ങൾ നോർത്തിലേക്ക് മടങ്ങി വരുവാൻ ഇടയായി. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കുടുംബ ദൈവം നൽകി തരുവാനിടയായി. കുടുംബ ജീവിതം ഏകദേശം വിവാഹം കഴിഞ്ഞ് ഒരു 18 ദിവസത്തിന് ശേഷം ഞങ്ങൾ നേരെ ഛത്തീസ്ഗഡിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഛത്തീസ്ഗഡില് രാജ്നന്ദ്ഗാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ദുർഗ് എന്ന് പറയുന്ന ഡിസ്ട്രിക്ട്, ഈ ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ്. ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും പീഡനം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ദുർഗ് ഡിസ്ട്രിക്ട്. അവിടെ നാരായൺപൂർ ഇപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റ് ആയി മാറിയിരിക്കുന്നു. ആ നാരായൺപൂർ എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ രണ്ടുപേരും കടന്നിരുന്നത്. തികച്ചും പുതിയ അന്തരീക്ഷം. എനിക്ക് അവിടുത്തെ ആൾക്കാരെ കുറിച്ചൊന്നും അറിയില്ല, അവരുടെ ഭാഷകൾ അറിയത്തില്ല. എന്റെ കൂടെ ഒരു സഹോദരനുണ്ട്, താൻ അവിടെ എനിക്ക് മുമ്പ് മിഷണറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങളെ കുടുംബമായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ വിവാഹത്തിന്റെ 18 ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഹണിമൂണും ജീവിതത്തിന്റെ ആരംഭവും എല്ലാം പിന്നെ ഛത്തീസ്ഗഡിലാണ് നടക്കുന്നത്. ഛത്തീസ്ഗഡില് 2 വർഷത്തോളം ഞങ്ങൾക്ക് അവിടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. വളരെ ഇൻട്രസ്റ്റ് ആയതും വളരെ വിഷമിപ്പിക്കുന്നതും
ഭീതിപ്പെടുത്തുന്നതുമായ സാഹചര്യങ്ങളൊക്കെ അവിടെ ഞങ്ങൾക്ക് നേരിടുവാനിടയായി തീർന്നു. ഞാൻ ഒരു കാര്യം മാത്രം അതിനകത്ത് ഒന്ന് പറയാം. ഞങ്ങള് ഛത്തീസ്ഗഡിൽ ചെന്ന് അവിടെ ഒരു ലോക്കൽ ദേവദാസൻ മലയാളിയെ അദ്ദേഹത്തെ കണ്ടു, പരിചയപ്പെട്ടു. അദ്ദേഹം ഞങ്ങൾക്ക് വീടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അങ്ങനെ ഞങ്ങൾ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനിടയായി തീർന്നു. ആരംഭ സമയം തന്നെ ഞങ്ങളുടെ കുടുംബ യൂത്തിനെ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളാണ് അവിടെ ഞങ്ങൾക്ക് നേരിടുവാനിടയായി തീർന്നത്. ഒരുപാട് വെല്ലുവിളികൾ. ഞങ്ങൾ അവിടെ ചെന്നു, ഫാമിലിയായിട്ട് ചെല്ലുകയാണ്. ഒന്നും തന്നെ ഞങ്ങൾക്ക് അവിടെ, ഞാൻ അതിനു മുമ്പ് ബീഹാറിലായിരുന്നു, ഛത്തീസ്ഗഡിലേക്ക് ചെല്ലുന്നു, ഒന്നും തന്നെ അവിടെ ഇല്ല. ഒരു വാടക വീട് കിട്ടി. ഞങ്ങളെ അയച്ച സംഘടന ഒരു 2000 രൂപ ഞങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് തന്നിരുന്നു. നിങ്ങൾക്ക് അവിടെ ചെന്നൊക്കെ എന്തെങ്കിലും വാങ്ങണമല്ലോങ്കിൽ വാങ്ങാമെന്ന് പറഞ്ഞ്. ഇത് 2000ന്റെ ആരംഭ സമയങ്ങളിലാണ്. പ്രൈസ് ലോർഡ്. അങ്ങനെ ഒരു 2000 രൂപ ഞങ്ങൾക്ക് തരുന്നു. ഞാനും വൈഫും കൂടെ ഞങ്ങളുടെ കുടുംബജീവിതത്തിന്റെ ആരംഭമാണ്. ഞങ്ങൾ പരസ്പരം അറിഞ്ഞു വരുന്നേ ഉള്ളൂ. പുതിയ സാഹചര്യങ്ങള് എല്ലാം ഇതിന്റെ മധ്യത്തിലുണ്ട്. അപ്പോൾ ഞങ്ങൾ മാർക്കറ്റിൽ ചെന്നു. അത്യാവശ്യം പാത്രങ്ങളും സാധനങ്ങളും മണ്ണെണ്ണ പമ്പ് ചെയ്യുന്ന സ്റ്റൗ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ പണവും തീർന്നു. ഞങ്ങൾക്ക് ആഹാര സാധനം മേടിക്കുവാനുള്ള നിവൃത്തിയില്ലാത്ത അവസ്ഥയായി. ഇനി ഞങ്ങൾക്ക് ഒരു മാസം കാത്തിരുന്നെങ്കിൽ മാത്രമേ അടുത്ത സപ്പോർട്ട് നമുക്ക് വരത്തുള്ളൂ. ഏതായാലും കുറച്ച് പൈസ, ഒരു 50-60 രൂപ ഞങ്ങളുടെ കയ്യിൽ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഞാൻ പോയി അരി, റേഷൻ കടയിൽ അരി നമുക്ക് 2 രൂപയ്ക്ക് കിട്ടും. അപ്പൊ ഞാൻ പോയി 5 കിലോ അരി വാങ്ങിച്ചു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഒരു 2 ആഴ്ച ഞങ്ങൾ അങ്ങനെ പിടിച്ചത്. ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കാൻ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ആരംഭമാണ്, കുടുംബജീവിതത്തിന്റെ ആരംഭമാണ്. എനിക്ക് മാനസികമായി വലിയ പ്രശ്നങ്ങളുണ്ടായി. മുൻപോട്ട് എന്ത് ഞാൻ ചെയ്യും? ഒരു മാസം കാത്തിരിക്കണം, ആരോടും ഇവിടെ ചോദിക്കാനില്ല, ഒരു നിവൃത്തിയുമില്ല, എന്ത് ചെയ്യും? എന്നാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്റെ ഭാര്യയായിട്ട് ദൈവം എനിക്ക് തന്ന ആമേൻ ദൈവദാസി, പ്രൈസ് ലോർഡ്, എനിക്ക് കൂടദാസിയായി തന്ന ആ ദൈവത്തിന്റെ ദാസി, ആമേൻ സ്തോത്രം, ഇന്ന് വരെയും ജീവിതത്തിൽ ഒരു പരിഭവവും പറയാതെ എന്റെ കൂടെ നിൽക്കുന്നു. അതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ശുശ്രൂഷയുടെ വിജയമെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ 2 ആഴ്ച കൊണ്ട് ഞങ്ങൾ ഉണ്ടായിരുന്ന ആഹാരമൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരിടുന്നത് അടുത്ത 15 ദിവസത്തേക്ക് പട്ടിണിയാണ്. എനിക്ക് ഭയമുണ്ട്, എന്ത് ചെയ്യും? നാട്ടിൽ കിടന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ആഹാരം കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയായല്ലോ. അങ്ങനെ വളരെ ഭാരപ്പെടുവാനിടയായി. ചായപ്പൊടി തീർന്നു, പഞ്ചസാര തീർന്നു. ഒടുവില് കുടിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയായി. എന്നോട് അന്നും പരാതി പറയാതെ എന്റെ കൂടെ നിന്ന് ആ സ്തോത്രം, ഞങ്ങൾ താമസിക്കുന്ന വീട്ടിന്റെ മുറ്റത്തൊരു ഒരു പേരമരമുണ്ട്. പേരയിലെ തളിർത്ത ഇലകൾ അവള് ഒടിച്ചുകൊണ്ട് വന്നിട്ട് അത് വെള്ളത്തിലിട്ട് ചൂടാക്കി. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ചയോളം അത് സേവിക്കുവാനിടയായി. അങ്ങനെ ഒരു ആഴ്ച ഇങ്ങനെ പോയി. ഒരു വെള്ളിയാഴ്ച സമയത്ത് ഒരു ദേവദാസൻ വന്ന് പറഞ്ഞു, നമുക്കൊരു ബംഗാളി കുടുംബത്തിന് പ്രാർത്ഥനയുണ്ട്, നമുക്ക് പോകാൻ തോന്നുന്നു. അങ്ങനെ ഞാനും ഈ ദേവദാസനും കൂടെ ആ ബംഗാളിയുടെ വീട്ടിലേക്ക് പോകുന്നു. സ്തോത്രം. ആ ബംഗാളിന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ഒരു പ്രാർത്ഥന നടത്തി. പ്രാർത്ഥനയുടെ സമയത്ത് അവരുടെ ഹിന്ദു രീതികളൊക്കെ ആണല്ലോ അവരുടെ. അപ്പൊ അവരൊരു തളികയിൽ, ഒരു പാത്രത്തിനുള്ളിൽ ഒരു 2 നാഴി അരി കാണും. 2 നാഴി അരിയും ഒരു സവോള ഉള്ളിയും 1 ഉരുളക്കിഴങ്ങും 2 പച്ചമുളകും കൊണ്ട് വെച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ഒരാഴ്ചയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒന്നും തന്നെ ഇല്ല. ഞങ്ങൾ ഇങ്ങനെ പട്ടിണിയിലാണ്. ഈ പേരയുടെ ഇല ഇങ്ങനെ കിളിർപ്പിച്ച് കിളിർത്ത് വരുന്ന ഇല ഇങ്ങനെ വെള്ളത്തിൽ ചൂടാക്കി കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അന്ന് ഓഫറിംഗ് ആയിട്ട് ഒരു 10 രൂപയും ഇത്രയാണ് കിട്ടിയത്. പ്രൈസ് ലോർഡ്. എന്തായാലും കൂടെ വന്ന ദേവദാസൻ പറഞ്ഞു, എനിക്ക് വീട്ടിലെ അരിയുടെ ഒന്നും പ്രശ്നമില്ല. അദ്ദേഹത്തിന് അറിയത്തില്ല എന്റെ വീട്ടിലെ സ്ഥിതി എന്താണ്. എന്റെ വീട്ടിൽ ആഹാരമില്ലെന്നോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. ഞങ്ങൾ ആരോടും ഷെയർ ചെയ്തിട്ടില്ല, ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ദേവദാസ് പറഞ്ഞ ഒരു കാര്യം, പാസ് അത് കൊണ്ടുപോകണം. എന്തായാലും ഞാനത് കൊണ്ടുവന്നു. ഒരാഴ്ചക്ക് ശേഷം അത് കഞ്ഞി വെച്ച് ഞാൻ കുടിക്കുവാനിടയായി തീർന്നു. അന്ന് പകലും അന്ന് രാത്രി അത് തീർന്നു. പിന്നെയും ഞങ്ങളെ കാത്തിരിക്കുന്നത് ഒരു പട്ടിണിയാണ്. പിന്നെയും ഈ അടുത്ത വെള്ളിയാഴ്ച വരണം ഇവരുടെ വീട്ടിൽ പിന്നെ ഒരു പ്രാർത്ഥന നടക്കും. പൈസ വരാൻ ഇനിയും ഒരു
10 ദിവസം ഇവിടെ ബാക്കിയുണ്ട്. ഞാൻ അവിടെ പോയി ഫോൺ വിളിച്ചു, ഓഫീസ് ഫോൺ വിളിച്ചു. ആ സപ്പോർട്ടൊക്കെ എപ്പോഴത്തേക്ക് അയക്കുമെന്നൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞു സപ്പോർട്ടില് ശകല ചെക്കിന്റെ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ഈ മാസം കുറച്ചും കൂടെ ലേറ്റ് ആവും. സ്തോത്രം. ഞാൻ ആകെ കഷ്ടത്തിലാകുവാനായി. അങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വെള്ളിയാഴ്ച കിട്ടുന്ന ഈ അരി മാത്രമല്ല, ഞങ്ങൾക്ക് ഒരു ദിവസം ആഹാരം കിട്ടും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഈ 2 ആഴ്ച അങ്ങനെ കഴിഞ്ഞു. പൈസ ഇതുവരെ വന്നിട്ടില്ല. ഒരു തിങ്കളാഴ്ച ദിവസം എന്നോടും കൂടെ വർക്ക് ചെയ്യുന്ന ഈ ദേവദാസൻ വീട്ടിലേക്ക് വന്നു. അദ്ദേഹം ഒരു ഉച്ച കഴിഞ്ഞ് 3 മണി സമയത്താണ് വരുന്ന വീട്ടിലേക്ക്. ഓടി വന്നിട്ട് അദ്ദേഹം സാന്ദ്രത്തോടെ, നമ്മള് ദൈവദാസന്മാരാണല്ലോ, അതുകൊണ്ട് വളരെ സ്നേഹത്തിനോടെ സാന്ദ്രത്തോടെ ഇങ്ങനെ ഞങ്ങൾ വളരെ ഫ്രണ്ട്ഷിപ്പായിട്ട് സംസാരിക്കുന്നതാണ്. അദ്ദേഹം വീട്ടിലേക്ക് വന്നു എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഒത്തിരി ദൂരം സൈക്കിളിൽ ഔട്ടി ക്ഷീണിച്ച് വരികയാണ്, എനിക്ക് ഒരു ശകലം ചായ ഇട്ട് തരാൻ പറഞ്ഞു. അദ്ദേഹം ചായ ചോദിക്കുന്നു. ഞാനും ആ ഭാര്യയും തമ്മിൽ മുഖത്ത് നോക്കുക. ഇദ്ദേഹത്തിന് ഒരു ചായ കൊടുക്കാൻ നമ്മുടെ നിവൃത്തിയില്ല. അവൾ അകത്തേക്ക് പോയി, മുറി അടുക്കള ഭാഗത്തേക്ക് അവള് പോയി. ഞാൻ പിന്നെയും സംസാരിച്ചുകൊണ്ട് ദേവദാസിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഈ ചായയുടെ കാര്യത്തേക്ക് മറന്നു പോകണമേ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം രണ്ടാമത് പറയരുതേ എന്നിങ്ങനെ ഞാൻ പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇദ്ദേഹം ഒരു 20 മിനിറ്റ് അരമണിക്കൂർ കഴിഞ്ഞ് ചോദിച്ചു, പാസ്റ്ററെ ചായ ഇതുവരെ റെഡി ആയില്ലേ, സിസ്റ്റർ അവിടെ എന്തെടുക്കോ, സിസ്റ്റർ ഇത്ര സമയം എടുക്കണോ ചായ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം അവിടെ എഴുന്നേറ്റ് നേരെ അടുക്കളയിലോട്ടൊക്കെ പോയി. ഒരു ചായ ഉണ്ടാക്കാൻ സിസ്റ്റർ ഇത്ര സമയം ലേറ്റ് ആവുമെന്ന് ചോദിച്ചു. സ്തോത്രം. ഞാൻ ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നു. എന്റെ വൈഫ് അവിടെ മുറിക്കാത്തിരുന്ന് കരയും. അദ്ദേഹത്തിന് ചായ കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഇരിക്കുന്ന സമയത്ത്. പ്രൈസ് ദി ലോർഡ്. എന്തായാലും അദ്ദേഹത്തിന് വലിയ ദുഃഖമുണ്ടായി, പ്രയാസമുണ്ടായി. എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്താണ് ഞങ്ങളോട് പറയാതിരുന്നത്, ഇത്രയും പ്രശ്നങ്ങളൊക്കെ കുടുംബത്തുണ്ടായിട്ടും എന്താ വാസം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞങ്ങളെ അന്ന് അദ്ദേഹം വിളിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുപോയി. നല്ല ഫുഡൊക്കെ തന്നു. പ്രൈസ് ദി ലോർഡ്. കുറച്ച് അരിയും സാധനമൊക്കെ മേടിച്ച് കൊണ്ടുവരുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു വരും, ദൈവമാണ് എല്ലാത്തിലും അത്ഭുതം ചെയ്യുന്നത്. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഛത്തീസ്ഗഡിൽ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. നക്സലിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുള്ളൊരു ഏരിയ ആയിരുന്നു. ഞാൻ ആ സമയങ്ങളിൽ ജയിൽ മിനിസ്ട്രി ചെയ്യുന്നുണ്ടായിരുന്നു. ജയിലിൽ കടന്നുപോയി ജയിലിലുള്ള ആൾക്കാരോട് സുവിശേഷം പറയുന്നു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം 5 മണിക്കാണ് ഞങ്ങൾക്ക് ജയിലിൽ സുവിശേഷം പറയാൻ അവസരം ലഭിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്നു. 1 മണിക്കൂർ ഞങ്ങൾക്ക് അവസരം ലഭിച്ചു. ജയിലറെ ഞങ്ങൾ കണ്ടു, പരിചയപ്പെട്ടു, സംസാരിച്ചു. അതിനുശേഷം ജയിലിനുള്ളിൽ കൊടും ക്രിമിനൽ അല്ലാത്ത കുറച്ച് ആൾക്കാരെ, ഒരു 25-30 പേരെ ഞങ്ങൾക്ക് കൊണ്ടുവന്നു. ഞങ്ങളോട് സുവിശേഷം സംസാരിക്കുവാനിടയായി. അവർക്ക് പുതിയ നിയമമൊക്കെ കൊടുത്തു, മടങ്ങിപ്പോന്നു. അങ്ങനെ പിറ്റേന്ന് ഒരു വെള്ളിയാഴ്ച കൂടെ അവിടെ പോയി ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സുവിശേഷം പറഞ്ഞു, മടങ്ങിപ്പോകുന്നു. അതിനുശേഷം ഞങ്ങൾ ഗ്രാമങ്ങളിൽ അല്ല ടൗൺ ഏരിയയിൽ ഇങ്ങനെ ട്രാക്ട് വിതരണമാക്കി ആയിട്ട് പോകുമ്പോൾ ഒരു നല്ല വീട് കണ്ടു. ഞങ്ങൾ അവിടെ സുവിശേഷം പറയുവാനായിട്ട് അവിടെ ചെന്നു. അവരുടെ വാതിൽ കൊട്ടി. ഒരു സ്ത്രീ വന്നു. അവര് വാതിൽ തുറന്നു. ഞങ്ങളെ കണ്ടു, ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ സുവിശേഷകരാണ്. അവർ വലിയ സന്തോഷത്തോടെ ഞങ്ങളെ സ്വീകരിച്ചു. ഒരു ഹിന്ദു കുടുംബമായിരുന്നു. എന്നാൽ അവര് ഈ ജോയ്സ് മേയറിന്റെ TV പ്രോഗ്രാം ഒക്കെ അവർ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ വീട്ടിൽ നിന്നപ്പോൾ വലിയ സന്തോഷമായിരുന്നു. യേശുവിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവർ വലിയ സന്തോഷമായിരുന്നു. എന്തായാലും ഞങ്ങൾ വളരെ സമയം അവിടെ ഇരുന്നു. ഏകദേശം 1 മണിക്കൂർ കൂടെ ഉള്ള ഞങ്ങൾ അവിടെ ഇരുന്നു. ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഒരു ജീപ്പ് വന്നിരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ആ ജയിലറാണ് ആ വീട്ടിലെ ഉടമസ്ഥ. ഞങ്ങൾ അവരുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഞങ്ങളെ കണ്ടപ്പോഴത്തേന് അദ്ദേഹവും വളരെ സ്നേഹത്തോടെ സംസാരിച്ചു. ഓ, ഇത് എന്റെ വീട്ടിൽ നിങ്ങൾ വന്നു, ജയിലിൽ നിന്ന് അന്വേഷിച്ച് എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നതാണോ എന്ന് ചോദിച്ചു. അവിടെ ഞാൻ അന്വേഷിച്ച് വന്നതല്ല, ഞങ്ങൾ ഇങ്ങനെ സുവിശേഷവുമായി പോയ സമയത്ത് ഞങ്ങൾ ഈ വീട് കണ്ട് ഞങ്ങൾ അങ്ങനെ കയറിയാണ്. എന്തായാലും അവരുടെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഹോസ്റ്റലിലാണ്. 2 മക്കൾ അവർക്കുണ്ടായിരുന്നു. ഹോസ്റ്റലിലാണ് അവർ പഠിക്കുന്നത്. അപ്പം ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ. പോലീസ് അവര് പ്രൈവറ്റ് ആയിട്ട് താമസിക്കുക, അവർ ക്വാർട്ടേഴ്സ് താമസിക്കാറ്. അപ്പൊ ആ വീട്ടിൽ വന്നു. അപ്പൊ ഞങ്ങള് കുറെ വിശദാന്വേഷണങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങാൻ ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോഴത്തേന് ഈ സഹോദരി ഒരു വൈബ്രേഷൻ ഒക്കെ തുടങ്ങി.
ഈ സഹോദരി ഇങ്ങനെ ഒരു വൈബ്രേഷനിൽ ഒരു വല്ലാത്ത അവസ്ഥയിലൊക്കെ പോയി. എന്തായാലും എനിക്ക് തോന്നി ഇതൊരു ശരിയായ ആത്മാവല്ല എന്ന് എനിക്ക് തോന്നി. ഇവർക്ക് എവിടെയോ യൂട്യൂബിലോ അല്ലെങ്കിൽ ടിവിയിലോ അല്ലെങ്കിൽ എവിടുന്നോ കിട്ടിയ ഒരു വല്ലാത്തൊരു ആത്മാവാണെന്ന് എനിക്ക് തോന്നി. എന്തായാലും ഞാൻ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു പറയുമ്പോഴത്തേന് ഈ സഹോദരി എന്തോ ഈ വാഴ വെട്ടിയിടുന്ന പോലെ താഴെ. പ്രൈസ് ലോർഡ്. ഞാനും ഒന്ന് ആമ്പരപ്പെട്ടു. കാരണം ജയിലറിന്റെ ഭാര്യയാണ് ഈ പുള്ളിക്കാട് നമ്മളെ എടുത്തുകൊണ്ട് ജയിലിടാൻ പുള്ളിക്ക് പറ്റും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ തളിച്ച് ഇവരെ എഴുന്നേൽപ്പിച്ചു. അവര് ശകലം ബോധമൊക്കെ വന്നു. അപ്പൊ ഞാൻ ചോദിച്ച് എന്താ സിസ്റ്ററെ, ആ കുഴപ്പമൊന്നുമില്ലല്ലോ, ആ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ ഇരുന്നു ഒരു ചായ ഒക്കെ തന്നു, ഞങ്ങളെ വിട്ടു. ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഈ ജയിലർ ഞങ്ങളോട് പുറകെ ജീപ്പിന്റെ അടുത്ത് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചു. എന്റെ പാസ്റ്ററെ, നിങ്ങൾ വന്ന് വലിയ നന്നായി. എന്റെ ഭാര്യയ്ക്ക് എന്തോ ഒരു ആത്മാവുണ്ട്. അവൾ അതുകൊണ്ട് വീട്ടുകാരോടും നാട്ടുകാരോടും ഒന്നും അവൾക്ക് യാതൊരു ബന്ധവുമില്ല. അവള് ആരോടും സഹകരിക്കത്തില്ല. നിങ്ങൾ ഇന്ന് വന്ന് പ്രാർത്ഥിച്ചപ്പോ അവൾ ആ വീണതോടുകൂടി അവൾക്ക് ഒരു റിലീഫായി. പ്രൈസ് ലോർഡ്. ദൈവം വലിയ അത്ഭുതം ചെയ്തു. അവനുണ്ടായിരുന്ന ആ ദുഷ്ടാത്മാവ് അവരെ വിട്ടുപോകുവാനിടയായി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഞാനും വൈഫും കൂടെ മാർക്കറ്റിൽ ഇങ്ങനെ സന്ധ്യാസമയം ഒരു 5 മണിയാവുന്നു, വെയിലൊക്കെ ഒന്ന് താന്നു 5 മണിയാവുന്നു. അവിടെ ആ സമയത്ത് ആദിവാസികളുടെ വലിയൊരു മേള നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും വൈഫും കൂടെ ഇങ്ങനെ മാർക്കറ്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറെ ഗൺമാന്മാരും പോലീസുകാരും എല്ലാം കൂടെ ഞങ്ങളുടെ അടുത്തോട്ട് വന്നിട്ട് ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോലീസ് ചൗക്കിയിലോട്ട് കൊണ്ടുപോയി. എന്താ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. കാരണം അവിടെ നക്സലിന്റെ പ്രശ്നമുള്ള ഏരിയയാണ്. ഞങ്ങൾ ആരാണെന്ന് അവിടുത്തെ ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പം ഞങ്ങള് നക്സലേറ്റ് ആണെന്ന് തെറ്റിദ്ധരിച്ച് ഇവർ ഞങ്ങളെ കൊണ്ടുപോയി പോലീസ് ചൗക്കിലോട്ടിരുത്തി. ഞാനും അങ്ങനെ ഭയപ്പെട്ടു. അപ്പൊ ഞാൻ സംഘടനയുടെ ഐഡന്റിറ്റി കാർഡ് എടുത്ത് കൊടുത്ത്, ഞങ്ങളിവിടെ സുവിശേഷ പ്രവർത്തനാണ്, ഞങ്ങൾ കേരളത്തിൽ വന്നവരാണ്, ഓക്കെ എന്തു ആയിക്കോട്ടെ, നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അവരിക്കുന്നു ഈ AK-47 ഒക്കെ ആയിട്ട് പോലീസുകാർ നിൽക്കുക. എന്റെ ഭാര്യയും വിറച്ചു, കിടുകിടാ വിറച്ചു. അവർ വളരെ ഭയപ്പെടുവാനിടയായി. പ്രൈസ് ലോർഡ്. എനിക്ക് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പറ്റുന്നില്ല. അവിടെ നമ്മൾ ഒരു കാര്യം അവരോട് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. നമ്മളെ അവർ വിടുന്ന ഒരു ലക്ഷണമില്ല. അങ്ങനെ അവിടെ കുടുങ്ങി ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക. ഞങ്ങൾ രണ്ടുപേരെ ഒരു ബെഞ്ചിലിരുത്തി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നുണ്ടോ എന്ന് ഓർത്ത് ഇവർ 2 ഗൺമാന്മാർ അവിടെ നിൽക്കുന്നു. അധികാരികൾ വന്നിട്ട് ഞങ്ങളെ വിടത്തുള്ളൂ. അധികാരികൾ അപ്പം മറ്റു സ്ഥലങ്ങളിലൊക്കെ റൗണ്ടിന് പോയിരിക്കുക. വലിയ മേളയാണ് നടക്കുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ കൂടുന്ന മേളയാണ്. അവിടെ കാർണിവൽസ് ഒക്കെ ഉണ്ട്. അപ്പം അതിന്റെ മധ്യത്തിലാണ് ഞങ്ങളെ ഇങ്ങനെ ഇവർ നോട്ട് ചെയ്ത് ഞങ്ങളെ പിടിച്ച് അവിടെ ഇരുത്തിയിരിക്കുന്നത്. ആർക്കൊന്നും പറയാനില്ല. ദൈവത്തിന്റെ കൃപയെന്ന് ഞാൻ പറയട്ടെ. ഞങ്ങൾ അവിടെ നിന്ന് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞു. ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് വരും. പ്രൈസ് ലോർഡ്. ആ പോലീസ് ജീപ്പിൽ വരുന്നത് ഞങ്ങള് ജയിലിൽ പോയി സുവിശേഷം പറയുന്ന ആ ജയിലറാണ് വരുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അദ്ദേഹം വന്നു, എന്നെ കണ്ടു, വൈഫിനെ കണ്ടു, എന്നോട് ചോദിച്ചു നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നത് വെച്ചു. ഒരൊപ്പ ആശ്വാസം തന്നു. പ്രൈസ് ലോർഡ്. വളരെ ആശ്വാസം തോന്നി. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ വന്നിരിക്കുമല്ല, നിങ്ങളുടെ ആൾക്കാർ തോക്കും എല്ലാമായിട്ട് വന്ന് ഞങ്ങളെ പിടിച്ചുകൊണ്ട് ഇവിടെ ഇരുത്തിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് രക്ഷിക്കാൻ പോലും ആരുമില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ അധികാരികളൊക്കെ സംസാരിച്ചു. ഇവരെ എനിക്ക് വളരെ പരിചയമുള്ള ആൾക്കാരാണ്, ഇവര് പ്രശ്നക്കാരല്ല, ഇവര് സുശേഷകരാണ്, ഇവരെ ഇവിടെ ഇരുത്താൻ പറ്റത്തില്ല, പെട്ടെന്ന് തന്നെ അവരെ വിട്ടയക്കണം. അങ്ങനെ സ്തോത്രം. ഞങ്ങൾ ജയിലിൽ പോകാതെ ദൈവം ഞങ്ങളെ അത്ഭുതകരമായിട്ട് അവിടുന്ന് വിടിയിക്കുവാനിടയായി. പ്രൈസ് ലോർഡ്. അങ്ങനെ ഒരു 1.5 വർഷത്തോളം ഞങ്ങൾക്ക് ഛത്തീസ്ഗഡിൽ സുവിശേഷവുമായിട്ട് അവിടെ ശക്തമായി നിൽക്കുവാനിടയായി. അടുത്ത പോയിന്റിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നതിനെ കുറിച്ചുള്ള. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവിടെ മിഷൻ ഇന്ത്യയിലെ ഒരു ദൈവദാസൻ ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗുമായിട്ട് അവിടെ ഈ നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വരുവാനിടയായി. അദ്ദേഹം അവിടെ വന്നിട്ട് സ്തോത്രം ഒരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിംഗിൽ ഞങ്ങളെയും ഇൻവൈറ്റ് ചെയ്തു. ഞാനും ഭാര്യ അവിടെ ചെന്നു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അവസാന സമയത്ത് സ്തോത്രം ഈ ദൈവദാസൻ ഞങ്ങൾ രണ്ടുപേരെ അടുത്തോട്ട് വിളിച്ചു. DN സാഹു എന്ന് അദ്ദേഹത്തിന്റെ പേര്. ഞങ്ങളെ രണ്ടുപേരെ അടുത്തോട്ട് വിളിച്ചു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ദൈവദാസൻ അടുത്തിരുന്നു. ഞങ്ങളുടെ തലയിൽ കൈവച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം ഒരു പ്രവചനം പറഞ്ഞു എന്റെ വൈഫിനോട്. നിന്റെ ഉദരത്തിൽ ഉരുവായിരിക്കുന്ന കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം അറിയത്തുമില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവൾ പ്രഗ്നന്റ് ആണെന്നുള്ളത് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. പ്രൈസ് ലോർഡ്.
ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഞങ്ങൾ ചെന്നു, ഡോക്ടറെ കണ്ടു, ടെസ്റ്റ് ഒക്കെ എടുത്തോ പറഞ്ഞു 2 മാസമായി ഗർഭിണിയാണ്. പ്രൈസ് ലോർഡ്. ഞങ്ങൾക്ക് വലിയ അത്ഭുതം തോന്നി. ദൈവത്തിന് എല്ലാ കാര്യങ്ങളും അറിയാവുന്നു. ദൈവം അറിയാത്ത ഒരു കാര്യം പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളൊരു വലിയ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അറിവാനിടയായി തീർന്നു. പിന്നീട് ഒരു കുറച്ച് മാസങ്ങൾ, ഒരു 8-9 മാസം, 8 മാസം അവൾക്ക് 8 മാസം ആകുമ്പോഴാണ് ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകുവാനിടയായി തീർന്നത്. കാരണം സാമ്പത്തികമായ ബുദ്ധിമുട്ട്. 2 വർഷം തികയാതെ സംഘടനക്കാർ നമുക്ക് ടിക്കറ്റ് തരത്തില്ല. 2 വർഷമെങ്കിലും ആ ഫീൽഡിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടത്തുള്ളൂ. അല്ലാതെ നമുക്ക് എന്താവശ്യം വന്നു പറഞ്ഞാലും ഒരു സംഘടനക്കാരും ആരും ഒന്നും ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെ ഒരു വിഷയം ഞങ്ങൾക്ക് കുറച്ചും കൂടെ മാസം കിട്ടണമല്ലോ. എന്നാലും 2 വർഷം തികയാൻ ഇനിയും മാസങ്ങൾ ബാക്കി. പക്ഷെ ഒരു പൂർണ്ണ ഗർഭിണിയായി എങ്ങനെ ആയിത്തീരും? എന്തായാലും ഞാൻ വീട്ടിലേക്ക് പിന്നെ കത്തയച്ചു. ശകലം മാനസികമായിട്ടൊക്കെ ഒരു പ്രയാസം സംസാരിക്കേണ്ടതായിട്ട് വന്നെങ്കിലും സംഘടനക്കാർ പിന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് അയച്ചു തന്നു. ഞങ്ങൾ രണ്ടുപേരും നാട്ടിലേക്ക് പോകാനിടയായി. സ്തോത്രം. അങ്ങനെ നാട്ടിലായിരുന്ന സമയത്ത് 9-ാം മാസം ഡെലിവറിയുടെ സമയമായി. ചങ്ങനാശ്ശേരിയില് സ്തോത്രം അവിടുത്തെ താലൂക്ക് ഹോസ്പിറ്റലിൽ ഇവിടെ അഡ്മിറ്റ് ആയി. ഞാൻ പറയട്ടെ, പ്രസവിക്കാൻ വേണ്ടി 1-2 ദിവസം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അന്ന് രാത്രി അഡ്മിറ്റ് ആയതിന്റെ രാത്രിയില് ഹോസ്പിറ്റലിനുള്ളിൽ കള്ളം കയറി. വാതിലുകളും അടത്തൊന്നും ഇല്ലാതൊരു വാർഡായിരുന്നു ഇവരുടെ. അത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ നമുക്കറിയാം. സ്തോത്രം. എന്തായാലും ആ ഹോസ്പിറ്റലിൽ കള്ളം കയറി ആരോ ഗർഭിണിയായ സഹോദരിയുടെ മാല മോഷ്ടിക്കുവാനൊക്കെ ഇടയായി. അവിടെ രാത്രി മുഴുവൻ വലിയ നിലവിളി, ബഹളമായി, ഒച്ചപ്പാടായി. ഇവള് പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഏതായാലും ഇവർക്ക് പെട്ടെന്ന് മെന്റലി പ്രശ്നമായി, BP കൂടി, ഫിക്സ്ഡ് ആയിത്തീർന്നു. എന്തായാലും പെട്ടെന്ന് അവിടുത്തെ ഡോക്ടർമാർ വന്നു മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ് റെഫറായി. സ്തോത്രം. മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി. ആശുപത്രിയിൽ ഇവള് അഡ്മിറ്റ് ആയ ശേഷം ഇവളിങ്ങനെ യെശയ്യാപ്രവചനം വായിച്ചുകൊണ്ട്, പുസ്തകം ബൈബിൾ വായിച്ചുകൊണ്ട് യെശയ്യാപ്രവചനത്തില് 66-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യം കണ്ടു. വേദന അറിയാതെ നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും എന്നിങ്ങനെ ഒരു വാക്യം അവിടെ എഴുതിയിരിക്കുന്നുണ്ട്. അത് വായ ശേഷമാണ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ആദ്യ എന്റെ മോള് ഗിഫ്റ്റി ഇവള് പ്രസവിച്ചു. അബോധാവസ്ഥയിലാണ് ഈ കുട്ടി ഉണ്ടാകുന്നത്. അപ്പോ വാക്യം വന്നതുപോലെ തന്നെ വേദന അറിയാതെ നീ ഒരു കുട്ടിയെ പ്രസവിക്കുന്ന വാക്യം വായിച്ചതുപോലെ തന്നെ അബോധാവസ്ഥയിൽ 4 ദിവസമായിട്ട് അബോധാവസ്ഥയിൽ ഫിക്സ് ആയിട്ട് കൈയും കാലും ഒക്കെ ഇങ്ങനെ ബെഡലൊക്കെ പിടിച്ച് കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവസ്ഥയിലാണ് ഈ കുഞ്ഞുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുണ്ടായപ്പോൾ തന്നെ ആ കുഞ്ഞിനും അതിൻ്റെതായ ഒരു പ്രയാസമൊക്കെ ഉണ്ടായി. നോർമലായിട്ട് ഡെലിവറി നടന്നെങ്കിലും കുഞ്ഞിന്റെ ആക്ടിവിറ്റീസ് കരയുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്നും ഉണ്ടായില്ല. ആ കുഞ്ഞിന് ഒരു അബോധാവസ്ഥ പോലെ അവസ്ഥയായിരുന്നു. എന്നാലും 3-4 ദിവസം കുഞ്ഞിനെ പിന്നെ നഴ്സറിയിൽ ഇങ്ങനെ വെച്ചു ചികിത്സ കൊടുത്താണ് ദൈവം വിടുവിച്ചത്. അപ്പം ഈ കുഞ്ഞിനുമായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഡോക്ടർ കുഞ്ഞുങ്ങളുടെ കോട്ടയത്തെ കുഞ്ഞുങ്ങളുടെ ആശുപത്രി കൊണ്ടുപോയി എക്സ്റേ ഒക്കെ എടുത്ത് ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞ് രക്ഷപ്പെടത്തില്ല, കാരണം ഇതിന്റെ ആന്തരിക അവയവങ്ങളൊന്നും ഞങ്ങൾ കാണാൻ പറ്റുന്നില്ല. ഈ കുഞ്ഞ് രക്ഷപ്പെടത്തില്ല, ഇതിന്റെ ആന്തരിക അവയവങ്ങളൊന്നും ഞങ്ങൾ കാണാൻ പറ്റുന്നില്ല. എന്തായാലും വലിയ വിഷമത്തിലായി. ഞാൻ ഇങ്ങനെ കുഞ്ഞിനെ കൈ വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുക. എന്തായിത്തീരും. സ്തോത്രം. ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് കുഞ്ഞിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇന്ന് എന്റെ 25-26 വയസ്സാകുന്നു. പ്രൈസ് ലോർഡ്. അവള് BSc നഴ്സിംഗ് കംപ്ലീറ്റ് പഠിത്തം കഴിഞ്ഞു. മണിപ്പാളിൽ ജോലി ചെയ്യുന്നു. ദൈവം വളരെയിലേക്ക് തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ആദ്യം ചില നിരാശകളൊക്കെ ഇങ്ങനെ വന്നെങ്കിലും വളരെ സ്തോത്രം കുഞ്ഞിനെ ദൈവം അനുഗ്രഹിച്ചു. നല്ല വിദ്യാഭ്യാസം ലഭിച്ചു. CBSE ഇംഗ്ലീഷ് മീഡിയം അവൾ പഠിച്ചു. സ്തോത്രം. അവിടെ ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തെ നല്ലപോലെ അറിയുവാനും ചർച്ചിലെ എല്ലാ ആക്ടിവിറ്റിയിലും അവൾ പങ്കെടുത്ത് നല്ല പാട്ട് പാടാനും വർഷിപ്പ് ചെയ്യാനും എല്ലാം ദൈവം അവൾക്ക് കഴിവ് കൊടുത്തു. സ്തോത്രം. നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുവാൻ ഒരു ചെലവും കൂടാതെ, ഞങ്ങളൊരു പൈസ ഇല്ല, ഒരിക്കലും ഒരു ചെലവും കൂടാതെ നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുവാനിടയായി. 4 വർഷം ദൈവങ്ങളെ സഹായിച്ചു. ബാംഗ്ലൂരില് സ്തോത്രം ഒരു കുടുംബം അവളെ സ്പോൺസർ ചെയ്തു. അവളുടെ നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ആയി. ഇന്ന് ബാംഗ്ലൂർ മണിപ്പാളിലെ പ്രസിദ്ധമായ ഹോസ്പിറ്റലില് അവള് ജോലി ചെയ്യുന്നു. അങ്ങനെ ഞങ്ങള് മോളുടെ ജനനത്തിന് ശേഷം 2000-ന്റെ അവസാനത്തോടു കൂടി പിന്നെ ഞങ്ങള് നോർത്ത് ഇന്ത്യയിലെ UP-യിലേക്കാണ് വരുന്നത്. UP-യിലേക്ക് വരുന്നു. UP-യില് ലഖിംപൂർ കീരി എന്ന് പറയുന്ന സ്ഥലത്ത്
ഞങ്ങള് സഭാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ ദൈവമിടയായി. പ്രൈസ് ലോർഡ്. ഏകദേശം 7 വർഷങ്ങൾ ഞങ്ങൾക്ക് പിന്നെ ലഖിംപൂർ കീരിൽ നിൽക്കുവാനിടയായി. അവിടെ നിഗാസൻ എന്ന് പറയുന്ന സ്ഥലത്ത് ലഖിംപൂർ കീരി ഡിസ്ട്രിക്ട് വളരെ പ്രശ്നങ്ങളൊക്കെ ഉള്ള, മിക്കവാറും ന്യൂസിലൊക്കെ വരുന്ന ഒരു ഡിസ്ട്രിക്ട് ആണ്. ഈ നാരായൺപൂർ പോലെ തന്നെ അവിടെയും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ്. അവിടെ ദീർഘവർഷങ്ങൾ 7 വർഷത്തോളം അവിടെ നിന്ന് ഏകദേശം 5 സഭകൾ സ്ഥാപിപ്പാനിടയായി. ആ ഡിസ്ട്രിക്റ്റിലെ അടുത്ത ഏരിയകളിലായിട്ട് 5 സഭകൾ സ്ഥാപിപ്പാനിടയായി. അപ്പോൾ അവിടെ വളരെ പ്രതികൂലമുള്ള ഒരു സാഹചര്യമായിരുന്നു. ഞങ്ങൾക്ക് അവിടെ സുവിശേഷ വേല എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. പല ചെക്കിങ്ങുകളും അധികാരികളും മറ്റും നിങ്ങളുടെ മതപരിവർത്തനമാണെന്നൊക്കെ പറഞ്ഞ് വിഷയം ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു ചെറിയ സ്കൂള് സ്റ്റാർട്ട് ചെയ്തിട്ടായിരുന്നു. കാരണം ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ എന്തെങ്കിലും വേണമല്ലോ, സോഷ്യൽ ആക്ടിവിറ്റീസ് വേണമല്ലോ. അങ്ങനെ ഒരു സ്കൂൾ ആരംഭിച്ചു. സ്കൂൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു 50-60 പിള്ളേരായി വരാൻ തുടങ്ങി. അപ്പം ദൂരെയുള്ള കുറച്ച് പിള്ളേർ, അപ്പൊ അവർക്കൂടെ ഒരു ഹോസ്റ്റൽ തുടങ്ങണമെന്ന് ഞങ്ങൾ ചിന്തിച്ചു. അങ്ങനെ ഒരു 12 പിള്ളേർക്കൂടെ ഒരു ഹോസ്റ്റൽ ആരംഭിച്ചു. ഈ ഹോസ്റ്റൽ ആരംഭിക്കുമ്പോൾ ഹോസ്റ്റലിലേക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ആള് വേണം. അപ്പം നമ്മുടെ സ്കൂളിലെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറോട് ഞാൻ പറഞ്ഞു, എടാ ഒരു സഹോദരന് വേണം, നമ്മുടെ ഹോസ്റ്റലിലെ പിള്ളേർക്ക് ആഹാരം ഉണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം തന്റെ ഗ്രാമത്തിൽ നിന്ന് ഒരു യുവാവിനെ കൊണ്ടുവന്നു. ആ യുവാവിന്റെ സാഹചര്യം മാത്രം ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ പേര് രമാകാന്ത്. നിങ്ങൾക്ക് ഇപ്പോൾ എപ്പം വേണമെങ്കിലും യു പിയിൽ ഇങ്ങനെ ഒരു ദേവദാസ് ഉണ്ടോ എന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അദ്ദേഹത്തിന്റെ രമാകാന്ത് ആണെന്ന് പേര്. രമാകാന്ത് ചെറുപ്രായത്തിൽ തന്നെ ഒരു 4 വയസ്സിൽ ഈ സഹോദരന്റെ അപ്പനെ അമ്മയും മരിച്ചുപോയി. അപ്പൊ അപ്പനമ്മ മരിച്ചുകൊണ്ട് തന്നെ ഗ്രാമത്തിലെ ജീവിതമാണ്. പിന്നെ ആ കുഞ്ഞിനെ പഠിപ്പിക്കാനോ ഒന്നും അവർക്ക് പറ്റിയില്ല. മൂത്ത സഹോദരങ്ങളൊക്കെ വലിയ സഹോദരങ്ങളായിരുന്നു. അവരുടേതായ ജീവിതങ്ങളൊക്കെ നോക്കി. അപ്പൊ ഇങ്ങനെ തെരുവിൽ അലയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു കൊച്ചു കുഞ്ഞ്. അവന് അവിടെ പിന്നെ ഹോട്ടലുകളൊക്കെ പാത്രങ്ങളൊക്കെ കഴുകുന്നു. അങ്ങനെ പാത്രം കഴുകിയും ഹോട്ടലിലൊക്കെ പണി ചെയ്തും താനൊരു കുക്കായിട്ട് മാറി. അപ്പൊ വിദ്യാഭ്യാസ സാഹചര്യങ്ങളൊന്നും തനിക്ക് ഉണ്ടായിട്ടില്ല ചെറുപ്രായത്തില്. അപ്പം ഏകദേശം 20-22 വയസ്സ് പ്രായമുള്ള ഒരു യുവ സഹോദരനെ നമ്മുടെ ഡ്രൈവർ ഇദ്ദേഹത്തെ നമ്മുടെ അടുത്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പം മുറുക്കാനൊക്കെ മുറുക്കി വായൊക്കെ വൃത്തികേടായിട്ട് താടിയൊക്കെ വളർന്നു, മുടിയൊക്കെ വളർന്ന ഒരു വികൃതമായ വേഷത്തിലായി. ഇവിടെ ഒരു പകുതി ഭ്രാന്തനെ പോലെ കാണും നമ്മൾ ഒറ്റ ദൃഷ്ടി നോക്കുമ്പോൾ. അങ്ങനെ ഈ യുവാവിനെ കൊണ്ടുവന്ന് എന്റെ വൈഫ് പറഞ്ഞു, ഇവനെ കൊണ്ടാണ് കഞ്ഞി വെപ്പിക്കാൻ പോകുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ നിക്ക്, നമുക്ക് പിന്നെ ഒന്ന് കുളിപ്പിച്ചെടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ പ്രൈസിലോടലിയ ആ സഹോദരനെ ഡ്രൈവറുടെ പൈസ കൊടുത്ത് വിട്ടു, മുടിയൊക്കെ വെട്ടിച്ച് താടിയൊക്കെ പഠിപ്പിച്ചു. ഏതായാലും നല്ല സൂപ്പർ ഒരു നല്ല ചെറുപ്പക്കാരൻ. പ്രൈസിലോട് അവനോട് സംസാരിച്ചു. അവൻ പറഞ്ഞു, ഞാൻ എന്റെ അപ്പനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചുപോയി, ഞാൻ തെരുവിലായി. ഞാൻ അവിടെ കള്ളുഷാപ്പിൽ കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴ് പോലീസ് റെയ്ഡ് ഉണ്ടായിട്ട് അതെല്ലാം പിടിച്ചോണ്ട് പോയി. ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. പണിയൊന്നും ഇല്ലാതെ ഞാൻ 1 മാസമായിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇദ്ദേഹം പരിചയപ്പെട്ട് നിങ്ങളുടെ അടുത്ത് വന്നത്. എന്തായാലും ദൈവത്തിന്റെ സ്തോത്രം. ആ സഹോദരൻ നമ്മൾ ഹൃദയത്തോടെ സ്വീകരിച്ചു. നമ്മുടെ വീട്ടിൽ അവസരം കൊടുത്തു. അവൻ ആഹാരം പിള്ളേർക്കും ഉണ്ടാക്കും, നമുക്കും ഉണ്ടാക്കും. എന്തായാലും അവൻ ഇങ്ങനെ ഇരുന്നു. ഞങ്ങളുടെ വൈകുന്നേരം പ്രാർത്ഥനകളിൽ, രാത്രി പ്രാർത്ഥനകളിൽ ഈ സഹോദരൻ ഇങ്ങനെ വാതിൽക്ക് വന്ന് ഇരിക്കും. അപ്പൊ നമ്മള് ഹോസ്റ്റൽ പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുമിച്ച് പാടിയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആ ദൈവസ്നേഹം വരുവാനുണ്ടായിരുന്നു. എനിവേ ഞാൻ പറയട്ടെ, അദ്ദേഹം ഒരിക്കൽ എന്റെ വൈഫിനോട് പറഞ്ഞു, മേഡം എനിക്ക് ബൈബിൾ പഠിക്കണം, എനിക്ക് ബൈബിൾ വായിക്കണം. അപ്പൊ എന്റെ വൈഫ് അവനെ ഹിന്ദി പഠിപ്പിക്കാൻ, എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ എന്തോ ചെയ്യുന്നത്, നീ അമ്മ ഹോസ്റ്റലിൽ നമ്മുടെ വീട്ടിൽ വേലയ്ക്ക് വന്നവനല്ലേ, അവരുടെ കൂടെ ഇങ്ങനെ സമയം ചെലവഴിക്കരുതെന്നൊക്കെ പറഞ്ഞു. ഞാൻ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് പിള്ളേരെ ഏൽപ്പിക്കുന്നു. എന്തായാലും അവളും ഒരു സമർപ്പണത്തിലൂടെ അവനെ പഠിപ്പിക്കാനൊക്കെ ഇടയായി. ഞാൻ പറയട്ടെ, ഞങ്ങള് 2008 ഏപ്രിൽ മാസം UP ഉത്തർപ്രദേശ് വിട്ടുപോരുവാൻ ഒരു സാഹചര്യം ഉണ്ടായി. പല സാമ്പത്തികമായ പ്രശ്നമുണ്ടായി. സ്കൂൾ എനിക്ക് അടച്ചുകൂടുണ്ടായിട്ട് വന്നു. അപ്പോൾ തന്നെ നമുക്ക് ഈ 4 പുതിയ ചർച്ചുകളിൽ നമുക്ക് ദേവദാസന്മാരെ അവരെ ട്രെയിൻ ചെയ്ത് നമ്മൾ അയച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ പോരുന്ന സമയത്ത് ഈ സഹോദരൻ പറഞ്ഞു, ഞാൻ ഇനി എന്ത് ചെയ്യും, നിങ്ങൾ പോവുകയാണല്ലോ, എനിക്കിനി ആരുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് ഒരു 6 മാസത്തെ ട്രെയിനിങ്ങിന് വേണ്ടി വിട്ടു. വിദ്യാഭ്യാസം ഇല്ലാത്ത ചെറുപ്പക്കാരായിരുന്നു. എന്നാലും ഒരു 6 മാസത്തെ ട്രെയിനിങ്ങിന് വേണ്ടി താൻ ഡൽഹിയിൽ പോയി. താൻ മടങ്ങി വന്ന് ആ പ്രദേശത്ത് ഞാൻ നടത്തിയ ചർച്ച് താൻ ഏറ്റെടുത്ത് ചെയ്യുവാനിടയായി തീർന്നു. പിന്നീട് ദൈവം അനേക ബന്ധങ്ങളെ അദ്ദേഹത്തിന് വേണ്ടി കൊണ്ടുവന്നു. അനേക ആൾക്കാരെ അദ്ദേഹത്തിന് കൊണ്ടുവന്നു. രമാകാന്ത് പാസ്റ്റർ രമാകാന്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ ഡിസ്ട്രിക്റ്റിൽ എല്ലാം അറിയപ്പെടുന്ന ഒരു ദേവദാസനാണ്. 400ഓളം വിശ്വാസികൾ ആ സഭയിലുണ്ട്.
സ്തോത്രം സ്കൂളിൽ പോകാത്തവൻ, ബൈബിൾ സ്കൂളിൽ പോകാത്തവന്, പ്രൈസിലോട് റായ്ബറേലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദേവദാസൻ ഇദ്ദേഹത്തെ കുറിച്ച് കേട്ട് തന്റെ ഡിഗ്രി ബി എ പഠിക്കുന്ന മോളെ അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുത്തു. സ്തോത്രം സുന്ദരമായ ഒരു സ്തോത്രം ജീവിതമായി ഒരു വലിയ സഭ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ പ്രദേശത്ത് പലപ്പോഴും കഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ എനിക്ക് വലിയ സന്തോഷമുള്ള കാരണം ഞാൻ പലപ്പോഴും ഞാൻ ഇവളോട് പറയും, അവൾ എന്നോട് പറയും, അവനെ നേടാൻ വേണ്ടി ആ ദൈവം നമ്മളെ അവിടെ അയച്ചത്. ഹല്ലേലൂയ. അപ്പൊ ഒരു വലിയ സഭ ഇന്ന് അവിടെ ഉണ്ടാകുവാൻ ഇവിടെയായി. അതിനുശേഷം പിന്നെ ഞങ്ങൾ 2008 ബീഹാറിൽ കടന്നു വരുവാനിടയായി. ബീഹാർ പട്ന കേന്ദ്രീകരിച്ചുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെയും നമ്മൾ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ബീഹാറിലും ഉത്തർപ്രദേശിലും ജാർഖണ്ഡിലും 3 സ്റ്റേറ്റിലായിട്ടാണ് നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നമുക്ക് ബൈബിൾ സ്കൂൾ ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ലേഡീസിനിടയിൽ അവരെ ടൈലറിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് എന്റെ വൈഫ് അത് അവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ലേഡീസ് ആദിവാസികളും വിധവകളും അതെ പാസ്റ്റർമാരുടെ നിർധനരായിരിക്കുന്ന പാസ്റ്റർമാരുടെ ഭാര്യമാരെയൊക്കെ അവർക്ക് സാമ്പത്തികമായ അവർക്കൊരു മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകേണ്ടതിന് അങ്ങനെ ഒരു ദർശനത്തോടെ നമ്മളൊരു ടൈലറിംഗ് സെന്റർ ഒക്കെ ആരംഭിച്ചു. തികച്ചും ഫ്രീ ആയിട്ടാണ് കോഴ്സ് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. അവർ വരുന്നു, ഒരാഴ്ച നമ്മുടെ കൂടെ താമസിക്കും, അതിനുശേഷം അവർക്ക് പഠിപ്പിച്ചിട്ട് അവരെ വിടും. അങ്ങനെ 6 മാസത്തേക്കുള്ള കോഴ്സാണ് നമ്മൾ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ബൈബിൾ സ്കൂൾ ഉണ്ട്. അതും കൊറോണ സമയം വരെ നമ്മൾ 6 മാസത്തെ റെസിഡൻസ് കോഴ്സ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. കൊറോണയ്ക്ക് ശേഷം നമ്മളത് ഒരു 10 മാസം ഡിസ്റ്റൻസിലേക്ക് നമ്മൾ മാറ്റിയിട്ട് ഇപ്പൊ ഓരോ ആഴ്ചയും ഗ്രാമങ്ങളിൽ നിന്ന് യുവാക്കൾ കടന്നു വന്ന് നമ്മളോട് താമസിച്ച് ബൈബിൾ പഠിക്കുന്നു. അവർ മടങ്ങിപ്പോകുന്നു, അവർക്ക് ആവശ്യം അസൈൻമെന്റ് കൊടുക്കും, അവർ പിന്നെ അടുത്ത മാസം വരുന്നു. അങ്ങനെ ഇപ്പൊ 10 മാസത്തെ ബൈബിൾ ട്രെയിനിങ് കോഴ്സ് ഇങ്ങനെ നമ്മൾ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചർച്ച് പ്ലാനിംഗ് മിനിസ്ട്രി നമ്മൾ നടക്കുന്നത് ബീഹാറിലും യുപിയിലും ജാർഖണ്ഡിലുമായിട്ടാണ്. നമ്മോട് ചേർന്ന് ഏകദേശം 22 പാസ്റ്റർമാരെ ഫുൾ ടൈം മിനിസ്റ്റർ ചെയ്യുന്നു. 7-8ഓളം പാസ്റ്റർമാരെ ഹാഫ് ടൈം അവര് ഹൗസ് ചർച്ച് ഒക്കെ നടത്തിക്കൊണ്ട് ഇരിക്കുന്നു. ഇപ്പോൾ പെൺകുട്ടികളുടെ ഇടയിലും ആൺകുട്ടികളുടെ ഇടയിലുമായിട്ട് 20ഓളം പേര് നമ്മുടെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ മിനിസ്ട്രി. അപ്പൊ ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. 1997 മുതൽ ഈ 2025 28 വർഷങ്ങൾ നോക്കുമ്പോൾ ദൈവം നടത്തിയെന്നല്ലാതെ നമുക്ക് പ്രശംസിക്കുവാനോ പുകഴുവാനോ ഒന്നും തന്നെ ഇല്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആരെങ്കിലും എന്റെ ഈ സാക്ഷ്യം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ദൈവത്തോട് പരിഭവമോ പ്രയാസമോ ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിരാശപ്പെട്ടു പോകരുത്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമ്മുടെ വഴികളെ നേരെയാക്കും. അവൻ നമ്മുടെ ജീവിത മാർഗത്തെ നേരെയാക്കും. അവൻ നമ്മുടെ ജോലിയാകട്ടെ, ശുശ്രൂഷയാകട്ടെ, ഇനി നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങളാകട്ടെ, സകല മേഖലകളിലും ദൈവം ഒരുവനെ കണ്ടു കഴിഞ്ഞാൽ, റോമാലേഖനത്തിൽ പറയുന്ന പോലെ അവൻ മുൻ നിയമിച്ചവരെ, അവന്റെ നിർണയപ്രകാരം വിളിച്ചവരെ അവൻ കൈവിടത്തില്ല. അവൻ അവരോടുകൂടെ എപ്പോഴുമുണ്ട്. ഒരല്പം നിരാശയും പ്രയാസവും വിശ്വാസ ജീവിതത്തിലേക്ക് പതർച്ച വന്നാലും ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോടും ഒക്കെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പതറിപ്പോകരുത്. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവർ നിങ്ങളുടെ ജീവിതത്തിൽ വലിയത് ചെയ്യുവാൻ കഴിയും. അവർ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, സ്തോത്രം. എനിക്ക് ഈ സമയം അനുവദിച്ചെന്ന ദൈവദാസനോടുള്ള വലിയ നന്ദിയും കടപ്പാട് ഞാൻ അറിയിക്കുന്നു. സ്തോത്രം. ദൈവം നമ്മളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ എല്ലാവരും ദൈവം സഹായിക്കട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ദൈവം കൂടെ ഇരിക്കട്ടെ. സ്തോത്രം. എന്നെ കേട്ട നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, അവിടുന്ന് നടത്തുന്ന വഴികൾ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ തിരഞ്ഞെടുത്തവൻ, ഞങ്ങളെ വിളിച്ചവൻ, ഞങ്ങളെ വേർതിരിച്ചവൻ, ഞങ്ങൾ അർഹിക്കാത്ത, ഞങ്ങൾ എത്താൻ പറ്റാത്ത ഇടങ്ങളിലേക്കൊക്കെ ഞങ്ങളെ കൊണ്ടുവരുന്നതുമായ ദൈവം അവിടുന്ന് ആയിരിക്കാൻ ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഈ സാക്ഷി കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ ഉത്തേജനം അവർക്ക് ലഭിക്കുവേണ്ടതിന് ഈ സാക്ഷ്യം ഇടയായി തീരട്ടെ. ആരെങ്കിലും വിശ്വാസത്തിൽ പതറുന്നവരുണ്ടെങ്കിൽ അവരെല്ലാം വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ സ്വർഗം ഇടയാക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. ഈ അരോമ TV മിനിസ്ട്രിയെയും ദേവദാസിനെയും
ഇതിന്റെ എല്ലാ പ്രവർത്തകരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. അനേകർക്ക് സാക്ഷ്യം പറയാൻ ഒരു വേദിയായി ഇത് ഒരുങ്ങുന്നതോർത്ത് സ്തോത്രം. എന്നെയും ഇതിന്റെ എല്ലാ ആവശ്യങ്ങളും ദൈവസാന്നിധ്യം കൂടെ ഇരുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. കൃപ കൊണ്ട് എല്ലാവരും നിറച്ച് സഹായിക്കാം. പ്രാർത്ഥന എടുത്തുകൊണ്ട് സ്തോത്രം യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം മൂലം കേൾക്കണം പരിശുദ്ധ പിതാവേ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഗിരീഷ്. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവദാസനെയും കുടുംബത്തെയും ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സുദീർഘമായ വർഷങ്ങൾ വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ കർത്താവിന് വേണ്ടി ശക്തമായി നിലകൊള്ളുവാൻ, കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ, അനേക പ്രിയപ്പെട്ടവരെ നിത്യതയ്ക്കായി ഒരുക്കിയെടുക്കുവാൻ ദൈവദാസനെയും കുടുംബത്തെയും ദൈവം ഉപയോഗിച്ച ആ വിധങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നടത്തിയ അത്ഭുതകരമായ അതിശയകരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ദൈവദാസനെയും കുടുംബത്തെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി ഏറെ വേദികൾ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ, അനേകരെ പിന്നെയും കർത്താവിങ്കിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. മദ്യപാനിയായ ഒരു പിതാവിൻ്റെ ശിക്ഷണത്തിലാണ് വളർത്തപ്പെട്ടത്. എന്നാൽ വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ മോശമായിരുന്നെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേക ആ ഒരു വിളിയും തിരഞ്ഞെടുപ്പും വളരെ ചെറുപ്പത്തിൽ തന്നെ, ബാല്യത്തിൽ തന്നെ ഹൃദയത്തിൽ ഉണ്ടായി. ആ ഒരു വെളിപ്പാട്, അല്ലെ ആ ഒരു കാഴ്ചപ്പാട് അത് തിരിഞ്ഞു നോക്കുവാൻ അനുവദിച്ചില്ല. പാപവഴികളിലേക്ക്, ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് വലിച്ചഴക്കപ്പെട്ട് പിശാചിനാൽ ഉപയോഗിക്കപ്പെടുവാൻ ദൈവം അവസരം കൊടുക്കാതെ കർത്താവിങ്കിലേക്ക് അത് പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇടയായി തീർന്ന ബാല്യകാലത്തിലെ ഒരുപാട് ഓർമ്മകൾ, അനുഭവങ്ങൾ പറഞ്ഞു. ആമേന്. ഞാൻ അതിനായി കർത്താവിന് നന്ദി പറയുന്നു. എന്നാൽ പിന്നത്തേതില് ചില പ്രതിസന്ധികളുടെ ഒക്കെ നടുവിലൂടെ കടന്നു പോയെങ്കിലും അതിൻ്റെയൊക്കെ നടുവിൽ വിളിച്ച ദൈവം വിശ്വസ്തനാകൊണ്ട് ദൈവത്തിന് മറ്റു ചില പദ്ധതികൾ കൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദാസൻ ഗിരീഷിനെ മാത്രമല്ല, ആ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, കുടുംബമായി മറ്റു പലരെ കൂടി ആ കുടുംബത്തിൽ നിന്ന് കർത്താവിന് വേണ്ടി ആവശ്യമായിരുന്നത് കൊണ്ട് ആ പ്രതിസന്ധികളുടെ നടുവിലൂടെയും കടത്തിവിട്ടു. വല്യമ്മയുടെ മരണവും അതിനോടനുബന്ധിച്ച് ഉണ്ടായ സംഭവവികാസങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമാക്കുവാനിടയായി തീർന്നു. വീട്ടിലുണ്ടായ അസാധാരണമായ ചില അനുഭവങ്ങൾ, മാറി മാറിയുള്ള താമസം, പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ ജീവിതം മുന്നോട്ട് പോയപ്പോൾ മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും മറ്റ് പലവിധമായ ദോഷൈക ദൃക്കുകളെ കുറിച്ച് പരിഹാരം വരുത്താമെന്ന് പറഞ്ഞ് ജീവിതത്തിൽ മുന്നോട്ട് വന്നപ്പോൾ അവർക്കാർക്കും ചെയ്യാൻ കഴിയാത്ത, അവരൊക്കെ ഇട്ടേച്ച് ഓടിപ്പോയ, നാട് വിട്ടുപോയ സന്ദർഭങ്ങളിൽ ഒടുക്കം എല്ലാവരും കൈവിടപ്പെട്ടപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം ആ ഭവനത്തിൽ കടന്നു വരിക. ദൈവദാസനും കുടുംബവും ആ ഭവനത്തിൽ കടന്നു വരിക. 3 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും ആ ഭവനത്തിൽ വെക്കുക. ആ ഭവനത്തിലെ മാതാപിതാക്കന്മാർ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ജീവിതം സമർപ്പിക്കുക. എത്ര അത്ഭുതകരമായ ഇടപെടലുകൾ കർത്താവ് ചെയ്യുന്നു. പിശാചാണ് ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തെ തകർക്കുവാനും മുടിക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും കടന്നു വരുമ്പോൾ അത് നമ്മുടെ കർത്താവിന് പ്രവർത്തിക്കുവാനുള്ള ഒരു ഇടമായി വാസ്തവത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. അരോമ ടിവിയുടെ അനേക ശ്രോതാക്കളോടും ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിതം തകർന്ന് മുടിഞ്ഞ് തരിപ്പണമായി പിശാചിനാല് ചപ്പിച്ചവച്ച് അത് ചണ്ടിക്കൂമ്പാരങ്ങളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, മദ്യത്തിനും മയക്കുമരുന്നിനും ആത്മഹത്യക്കും മറ്റു വിധമായ പാപ വഴികളിലേക്കും വലിച്ചഴക്കപ്പെടുമ്പോൾ, വാത്സല്യ സഹോദര സഹോദരി, യുവാവേ, മാതാവേ, പിതാവേ, ഞങ്ങളെ കേൾക്കുന്ന വാത്സല്യ ശ്രോതാക്കളെ, ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ ഈ തകർച്ച ദൈവം കണ്ടുകൊണ്ട് നോക്കിക്കൊണ്ട് ഇരിക്കുവാനല്ല ആഗ്രഹിക്കുന്നത്. ദൈവം നിങ്ങളുടെ ഭവനത്തിലേക്ക്, നിങ്ങളുടെ വീട്ടിനകത്തേക്ക്, നിങ്ങളുടെ വീടിന്റെ ഉള്ളറകളിലേക്ക് കർത്താവിന് വരുവാനൊരു ഇടം ഒരുങ്ങുകയാണ്. നിങ്ങൾ ഈ സത്യം തിരിച്ചറിയുന്നു എങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ അടുക്കലുള്ള ഏതെങ്കിലും
ആത്മീയ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടുള്ള ആമേൻ ദൈവസഭകളിലെ ദൈവദാസന്മാരെ നിങ്ങളുടെ ഭവനത്തിലേക്ക് നിങ്ങൾ വിളിക്കൂ. ആമേൻ, നിങ്ങൾ സുവിശേഷം കേൾക്കൂ, പ്രാർത്ഥിക്കുവാൻ അവസരം കൊടുക്കൂ. നിങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധമായ പൈശാചിക ശക്തികളെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു മാറ്റുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. ആകയാൽ നിങ്ങൾ കേട്ട ഈ സാക്ഷ്യം നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹത്തിന്, വിടുതലിന് കാരണമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കൂ. ദൈവം നിങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി തീരും. ആകയാൽ ഈ സാക്ഷി നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഒരു അനുഗ്രഹമായി വിടുതലായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട്. നിങ്ങൾക്കും ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.